നമ്മുടെ ക്ഷേത്രത്തിലെ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായിട്ട് പാലക്കൈ രാധാകൃഷ്ണൻ ടീച്ചറെ പരിചയമുള്ള ഒരു ഭക്ത കൂടി ആദരവ് പ്രകടിപ്പിക്കുന്നുണ്ട്. വിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവബോധദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക മാസം മഹാദേവന്റെ മുന്നിൽ വന്ന് രാമനാമ മഹിമ പറയാം. രാമകഥ വേറെ ഏതൊരു കഥയേക്കാൾ മുകളിൽ നിൽക്കുന്നു എന്നാണ് എല്ലാ ശാസ്ത്രങ്ങളും ഗ്രന്ഥങ്ങളും പറയുന്നത്. ഇവിടെ കർക്കിടകത്തിൽ ഒരു പ്രഭാഷണം കേട്ടു അല്ലേ, ഒന്നുണ്ടായി എന്ന് പറഞ്ഞുല്ലോ. അന്ന് എന്തായിരുന്നു വിഷയം? രാമായണം തന്നെ. അത് പലതരത്തിൽ പറയും. ഏതായാലും ഈ ഊട്ടുപുരയില് ആരുടെ മുന്നിലാണ്? ശ്രീ മഹാദേവന്റെ ഊട്ടുപുര. ഈ ഊട്ടുപുരയ്ക്ക് ഒരുപാട് മഹാത്മ്യങ്ങളുണ്ട്. കാരണം 1000-ലധികം വർഷം പഴക്കമുണ്ട് നമ്മുടെ ക്ഷേത്രത്തിന്. അപ്പൊ 1000 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഞങ്ങളുടെ പൊന്നാനി മലപ്പുറം ഭാഗത്തു നിന്നൊക്കെ ആൾക്കാർ കാൽനടയായിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ വരും. ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടി നടന്നു പോകുമ്പോൾ അവരുടെ എല്ലാവരുടെയും അന്നദാതാവായിരുന്നു ഈ ശ്രീ മഹാദേവൻ, ഈ ഊട്ടുപുര. അത്രയും വർഷം പഴക്കം. ഇവിടുത്തെ മരങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഊട്ടുപുരയില് ഒരുപാട് മഹത്തുക്കൾ വന്നു പോയിട്ടുണ്ട്. കൂടാതെ ഒരുപാട് മഹത് വ്യക്തികൾക്ക് അന്നദാതാവായിട്ട് ശ്രീ പാർവതി ദേവി തവി ഏന്തിയിട്ട് അന്നപൂർണയായിട്ടാണ് ഇരിക്കുന്നത്. എങ്ങനെയാ? അന്നപൂർണേ സദാപൂർണേ ശങ്കര പ്രാണവല്ലഭേ ജ്ഞാനവൈരാഗ്യ സിദ്ധ്യർത്ഥം ഭിക്ഷാം ദേഹി ച പാർവതി അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി. ശ്രീ മഹാദേവൻ ഭിക്ഷ യാചിച്ച് നടന്നപ്പോൾ അന്നപൂർണയായിട്ട് തവിയേന്തി ശ്രീ പാർവതീദേവി അന്നം വിളമ്പിക്കൊടുത്തു. ആ കഥ അറിയുന്നുണ്ടാവും. പിന്നെ എന്തിയപ്പോൾ ഇവിടെ ആദ്യം പറയാം, ഈ ഊട്ടുപുരയ്ക്ക് ഒരുപാട് മഹത്തുക്കളുമായി ബന്ധമുണ്ട്. ഒരുപാട് സത്സംഗങ്ങൾ നടന്നിരുന്ന ഒരു ഊട്ടുപുരയാണ് ഇവിടെ. ഇപ്പോഴും നടക്കുന്നുണ്ടല്ലേ? ഇവിടെ നാരായണീയം ചൊല്ലാറില്ലേ നിങ്ങള്? പിന്നെ സപ്താഹങ്ങൾ ഉണ്ടാവാറില്ലേ? ഇവിടെ തന്നെയല്ലേ വെക്കാറ് സപ്താഹം? അങ്ങനെയുള്ള ഒരു മഹാക്ഷേത്രത്തില് നിങ്ങൾക്ക് ദിവസേന എന്ന് പറഞ്ഞതുപോലെ വന്നിരുന്ന് രാമായണം വായിക്കാനും മഹാദേവനെ തൊഴാനും, മഹാദേവന്റെ ശ്രീലകം തന്നെ നോക്കൂ. സാധാരണ എവിടെയും കാണാത്ത പോലെയാണ് നമ്മുടെ പ്രതിഷ്ഠ അല്ലേ? അതിൻ്റെ മഹാത്മ്യം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. അറിയുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാനതൊന്ന് ചുരുക്കി പറയാം.
എൻ്റെ കൂടെയും വന്നിട്ടുണ്ട്, അവർക്കൊന്നും അറിയണമല്ലോ. ശ്രീ മഹാദേവൻ ഗർഭഗൃഹത്തിൽ അങ്ങനെ ഇരിക്കുന്നത്. ചെന്ന് നിന്ന് തൊഴുമ്പോൾ മഹാദേവനെ ശംഭു മഹാദേവ ഹര ഹര മഹാദേവ എന്ന് വിളിച്ച് നമ്മളങ്ങനെ തൊഴും. അതെങ്ങനെയാ തൊഴുക? കണ്ണ് തുറന്ന് ആ വിഗ്രഹം നമ്മുടെ മനസ്സിലേക്ക് ആവാഹിക്കും. എന്നിട്ട് ആ കണ്ണടക്കുക. ആ കണ്ണ് തുറന്ന് തൊഴുമ്പോഴാണ് ആ മുഖമണ്ഡപത്തില് ശ്രീഭദ്ര ശ്രീ പാർവതി ദേവിയെ അങ്ങനെ വൽക്കണ്ണാടിയോടുകൂടി അലങ്കരിച്ചിരിക്കുന്നത് കാണുക. അപ്പോൾ എവിടെയില്ലാത്ത, അതായത് അപൂർവങ്ങളിൽ അപൂർവമാണ് ഇവിടത്തെ ക്ഷേത്ര പ്രതിഷ്ഠ പോലും. മഹാദേവന്റെ ഇടത്തെ തൊടയിലാണ് ശ്രീ പാർവതി ദേവി ഇരിക്കുന്നത്. ഇടത്തെ തൊടയിൽ വന്നിരുന്ന അപ്പോൾ മഹാദേവന് ബാലൻസ് വേണ്ടേ? അപ്പം എന്ത് ചെയ്യും? ആ ഇടത്തെ കൈ കൊണ്ട്, ആ ദീർഘബാഹുക്കളെ കൊണ്ട് മഹാദേവൻ ശ്രീ പാർവതി ദേവിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിരുത്തിയിരിക്കുക. മടിയിലാരുണ്ടാവും? ശ്രീ പാർവതി ദേവിയുടെ കൂടെ ഉണ്ണി ഗണപതി ഉണ്ടാവും എന്നാണ് സങ്കല്പം. ഇനി വടക്ക് ഭാഗത്ത് ശിവനെ വെച്ചിട്ടുണ്ടല്ലോ. ഒരേ ക്ഷേത്രത്തിൽ തന്നെ ശിവപ്രതിഷ്ഠ 2 സ്ഥലത്തായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് അപൂർവങ്ങളിൽ അപൂർവം എന്ന് പറഞ്ഞത്. ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും ആ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം ഒന്ന് തപ്പിപ്പരതി എടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് മനസ്സിലാക്കിയ കാര്യങ്ങളാട്ടോ. ആ വടക്ക് ഭാഗത്ത് നിൽക്കുന്ന ശിവൻ രുദ്രഭാവത്തിലാണെന്നാണ് പറയുന്നത്, ഉഗ്രമൂർത്തിയാണ്. പക്ഷേ ശ്രീ പാർവതി ദേവി കൂടെ തന്നെ ഇരുന്ന് മഹാദേവനെ അങ്ങനെ സാന്ത്വനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഭാവം. ഇവിടുത്തെ കുളമുണ്ട് പറഞ്ഞില്ലേ മുന്നിലായിട്ട്, അങ്ങോട്ട് നോക്കിയിരിക്കുന്നു എന്നാ. വലിയ കുളമല്ലേ, ഞാൻ പോയി കണ്ടില്ല, അങ്ങനെ ഉണ്ട് എന്ന് തിരുമേനിയോട് പറഞ്ഞിരുന്നു. ഏതായാലും അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു ക്ഷേത്രത്തിൽ ഇത്രയും മഹാത്മാക്കൾക്ക് അന്നദാതാവായി ഇരുന്ന ഈ ദേശക്കാരുടെ ഊട്ടുപുരയിൽ അങ്ങനെ വന്നിരിക്കുക. അതും ആരുടെ മുന്നിലാ? ശ്രീ മഹാദേവൻ. ഇവിടെ നിങ്ങൾ വെച്ചിരിക്കുന്നു പട്ടാഭിഷേകം അല്ലെ, ഒരു മാലയും കൂടിയാണെങ്കിൽ പൂർണ്ണമായിരുന്നു തോന്നി. പട്ടാഭിഷേകത്തിന്റെ ഫോട്ടോയില് മാല ചാർത്തിയിട്ടല്ലേ നിങ്ങൾ ഇന്ന് സമർപ്പിച്ചേ? രാമായണം ഇന്ന് സമർപ്പിച്ചില്ലേ? രാവിലെ സമർപ്പിച്ചു. സാധാരണ വിശേഷ ദിവസമൊക്കെ ആകുമ്പോൾ ആ പട്ടാഭിഷേകത്തിൽ കണ്ടു 11 പേരെ കാണാം. അപ്പം പല ക്ഷേത്രങ്ങളിലും പോയാൽ 4-5 പേരെ നമുക്ക് കാണും. പക്ഷെ ഇതാണ് പൂർണ്ണമായ ചിത്രം പട്ടാഭിഷേകത്തിന്റെ. അങ്ങനെ ആ ഫോട്ടോയ്ക്ക് മുന്നിൽ നിലവിളക്ക് അങ്ങനെ വെച്ച് നിങ്ങൾ ആ രാമായണം അങ്ങനെ പാടി, രാമായണം പാടി എന്നാ പറയുന്നത് രാമായണത്തില്. വാൽമീകി രാമായണത്തില് ലവകുശന്മാര് ആ രാമായണം പാടി ഇരുന്നപ്പോ കേട്ടിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു പോയി. അതിനർത്ഥം എന്താ? രാമായണം ശരിക്കും നല്ല ഒരു കാവ്യം, ഒരു സാഹിത്യമാണ്. കണ്ണ് നിറയണമെങ്കിൽ എത്രത്തോളം നമ്മളെ അത് സ്വാധീനിക്കണം. ഒരു സിനിമ കണ്ടു, നമ്മുടെ കണ്ണ് നിറയണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ അത് തട്ടണ്ടേ? അപ്പോൾ അതുപോലെ ശരിക്കും ആ രാമായണം ലവകുശന്മാർ പാടുന്നത് കേട്ടപ്പോൾ കേട്ടിരുന്ന സദസ്യരുടെ കണ്ണ് നിറഞ്ഞു പോയി എന്നാ പറയുന്നത്. ഈ ക്ഷേത്രത്തിനും ഒരു സവിശേഷത ഉണ്ട്. ഇവിടെ എഴുത്തിനിരുത്താറില്ലേ? വള്ളത്തോൾ നാരായണമേനോൻ ഈ ക്ഷേത്രത്തിൽ എഴുത്തിനിരുത്തിയിട്ടുണ്ട്. ഇവിടെ ആൽത്തറ പുറത്ത് കണ്ടു, വലിയ ആലുകൾ. ആ ആൽത്തറയിൽ ഇരുന്നിട്ട് മഗ്ദലന മറിയത്തിന്റെ കുറേ ഭാഗങ്ങൾ വള്ളത്തോൾ എഴുതിയിട്ടുണ്ട് എന്നാ പറയുന്നത്. വില്യം ലോഗന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാ. ഇനി അതുപോലെ തന്നെ കുട്ടിക്കൃഷ്ണമാരാർ എന്ന് പറയുന്ന മറ്റൊരു എഴുത്തുകാരനും ഈ ക്ഷേത്രവുമായി അദ്ദേഹത്തിന്റെ ഇഷ്ടഭാഗം തന്നെ ആയിരുന്നു ഇവിടെ. ഇങ്ങനെ സാഹിത്യവുമായും ഒരുപാട് ബന്ധമുള്ള ക്ഷേത്രമാണ് നിങ്ങൾക്ക് സ്വന്തമായി കിട്ടിയിരിക്കുന്നത്. നമുക്ക് എന്താണ് ഒരു കുഴപ്പം? ഇതൊന്നും ഒന്നും അല്ല. സ്വന്തമായി കിട്ടിയതിന് മനുഷ്യന് ഒരു വിലയും ഇല്ലാത്തൊരു കാലഘട്ടം, പ്രത്യേകിച്ച് കലികാലത്തില്. ഇതൊന്നും ഒന്നും അല്ല. ഏറ്റവും വലുത് ഏതാ? ഹൈന്ദവരോട് ചോദിച്ചാൽ അപ്പോൾ പറയും എനിക്ക് ഗുരുവായൂർ പോകണം, ചോറ്റാനിക്കര പോകണം, പ്രത്യേക കേന്ദ്രങ്ങളാ. പക്ഷേ നമ്മൾ എന്തുകൊണ്ടാണ് നമ്മളുടെ അടുത്തുള്ള ദേവരെ ഇത്രയും ആരാധിക്കുന്നത്? ഇവിടെ തന്നെ നിങ്ങൾ കൂടി സത്സംഗം കൂടിയത് നമ്മളുടെ കടമയാണ്. നമുക്ക് കിട്ടിയ ഗ്രാമദേവനെ ആരാധിക്കുക, ആദ്യത്തെ കടമ. മറ്റുള്ളത് നമ്മുടെ കടമയിൽ വരുന്നില്ല. അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ആചാരത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഗുരുവായൂർ ഏകാദശി, ഇപ്പൊ ഗുരുവായൂർക്കൊന്ന് പോകുന്നു. നമ്മൾ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പാലിക്കുന്നത് കൊണ്ടാണ് ഹിന്ദു അവന്റെ ധർമ്മം പാലിക്കുന്നു എന്ന് പറയുന്നത്. ഗ്രന്ഥങ്ങൾ പറയുന്നത് ആചാര പ്രഭോ ധർമ്മ എന്നാണ്. ആചാരങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണ്, അതിനു വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഈ ക്ഷേത്ര സങ്കല്പവും ഒരുപാട് ആചാരങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എങ്കിലേ അവൻ യഥാർത്ഥത്തിൽ അവന്റെ ധർമ്മം പാലിക്കുന്നുള്ളൂ എന്നും മനസ്സിലാക്കുക. ഇനി
ഈ ക്ഷേത്രത്തെക്കുറിച്ച് ഇത്രയും കാര്യം മനസ്സിലാക്കുമ്പോൾ ഇന്നിപ്പോ രാമായണം നിങ്ങളിവിടെ വായിച്ച് സമർപ്പിച്ചപ്പോൾ ഉത്തരരാമായണമൊക്കെ വായിച്ചോ അതോ വായിച്ചില്ല അല്ലേ? അതാണ് നമ്മൾ ഹൈന്ദവർക്ക് ഒരു പബ്ലിഷേഴ്സ് വന്നപ്പോൾ ഉത്തരരാമായണം അവരെന്ത് ചെയ്തു, വേണ്ടാന്ന് വെച്ച് കളഞ്ഞു. ഉത്തരരാമായണം മുറിച്ച് ഒരു പബ്ലിഷേഴ്സ് ഈ 6 കാണ്ഡം എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഹൈന്ദവന്റെ അടിസ്ഥാന ഗ്രന്ഥം ഏതാ? വേദങ്ങളാ, ചതുർവേദങ്ങൾ. നമുക്ക് 4 ആശ്രമങ്ങളുണ്ട്, 4 വേദങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഈ 4 വേദങ്ങളും സംസ്കൃത, അത്രയൊന്നും നമുക്ക് അർത്ഥം മനസ്സിലാക്കി പഠിക്കേണ്ടതില്ല എന്നാ. വേദം ജപിച്ചാൽ മാത്രം മതി. ഞാൻ ചില സമയം തിരുമേനിക്ക് വിളിക്കും, എന്നിട്ട് പറയും എനിക്ക് ഭാഗ്യസൂക്തം ഒന്നും കൂടി ചൊല്ലിത്തരൂ. തിരുമേനി ഓം പ്രാതരഗ്നിം ഒക്കെ പറഞ്ഞിട്ട് തുടങ്ങും. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു സുഖാണ്. ഏതായാലും വേദങ്ങൾ സംസ്കൃത് ആണെന്ന് മനസ്സിലാക്കിയ ദീർഘദ്രഷ്ടാക്കളായ മാമുനീശ്വരന്മാർ എന്ത് ചെയ്തു? വേദത്തിന്റെ അന്തസത്ത കറന്നെടുത്തിട്ട് 2 ഇതിഹാസങ്ങളും 18 പുരാണങ്ങളും എഴുതി വെച്ചു. ഈ 2 ഇതിഹാസങ്ങളിലെ ആദികാവ്യമാണ് രാമായണം, രാമസ്യ അയനം. നമ്മുടെ ആഗ്രഹം എന്താ? അതുകൊണ്ടാണ് ഇവരൊക്കെ അത് മുറിച്ചത്. വാൽമീകി രാമായണത്തിൽ 7 കാണ്ഡമുണ്ട്. 7ാമത്തെ കാണ്ഡത്തിന്റെ പേരിനെ ഉത്തരകാണ്ഡം എന്നാ. ആ 7ാമത്തെ കാണ്ഡാണ് അധ്യാത്മ രാമായണത്തിൽ പബ്ലിഷേഴ്സ് മുറിച്ച് മാറ്റി. ഇത് വേണ്ടാന്ന് പറഞ്ഞു. ചിലർ പബ്ലിഷേഴ്സിൽ അത് ഇല്ല എന്നുള്ളതാ. ഓരോരുത്തരോടും സമ്പൂർണ്ണം ചെയ്യുമ്പോഴേ അവസാനം ബ്രഹ്മാവിന്റെ സ്തുതിയിലെല്ലാം ഉണ്ട്, 10 അവതാരങ്ങളും ഉണ്ട്, പിന്നെ രാമകഥ മുഴുവനായിട്ടുണ്ട്. അത് വായിച്ച് സമർപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോൾ പറയാ, ടീച്ചറെ അതാ പുസ്തകത്തിൽ ഇല്ല കേട്ടോ. ഇതാണ് അവസ്ഥ. ഹൈന്ദവന്റെ ഗ്രന്ഥം മുറിച്ചു മാറ്റാൻ ആർക്കും ഒരു പേടിയില്ല. ഇത് 7ാമത്തെ കാണ്ഡ ഉത്തര രാമായണം. അതുകൂടി ആണെങ്കിലാണ് നമുക്കത് സമർപ്പിക്കാൻ സമ്പൂർണം ആകുന്നുള്ളൂ. പക്ഷെ സമ്പൂർണം വായിക്കുമ്പോൾ ആ അഭിഷേകത്തോടു കൂടി അങ്ങോട്ട് സമർപ്പിച്ച് ബ്രഹ്മസ്തുതി വായിച്ച് അങ്ങോട്ട് സമാപിക്കും. ഇനി രാമസ്യ അയനം, രാമകഥ, രാമമഹിമ. എങ്ങനെയാ രാമായണം തുടങ്ങുന്നത്? രാമായണത്തിലെ യഥാർത്ഥ ആചാര്യൻ എന്ന് പറയുന്നത് മഹാദേവന്. കാരണം മഹാദേവൻ അങ്ങനെ ഇരിക്കുകയാണ്. എവിടെ? കൈലാസത്തില്. കൈലാസാചലേ സൂര്യകോടി ശോഭിതേ വിമലാലയേ രത്നപീഠേ സംവിഷ്ടം ധ്യാനനിഷ്ഠം. ആ ധ്യാനത്തില് ശ്രീ മഹാദേവൻ കൈലാസത്തിൽ അങ്ങനെ ഇരിക്കുക. ആ സമയത്താണ് ശ്രീ പാർവതി ദേവി ചോദിക്കുന്നത്, ഹേ പ്രഭു ശ്രീ പരമേശ്വര, എനിക്ക് രാമകഥ പറഞ്ഞു തരൂ എന്ന്. അപ്പൊ ഭഗവാൻ പറയാ, ധന്യേ ഗിരികന്യേ പാർവതി വല്ലഭേ നിന്നോളമാർക്കും, അതായത് തന്നെ പോലെ ഇത്രയും ഭക്തി ആർക്കും ഇല്ല, ഗിരികന്യയായ പാർവതി, നിനക്കത് ചോദിക്കാൻ തോന്നിയല്ലോ, നീ ഭാഗ്യവതിയാണ്. മനുഷ്യനായി ജന്മം എടുത്തിട്ട് ഇപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്നിരിക്കുന്നവര് പല പ്രായക്കാരുണ്ട്. ഇത്രയും കാലം ജീവിച്ചിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തു ഓരോ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ന് ചിന്തിച്ചു നോക്കൂ. ഇത്തിരിയെങ്കിലും ആത്മീയ സംസ്കാരം ഉള്ളവരെയാണ് ഇങ്ങനെ ഒരു സത്സംഗ വേദിയിൽ എത്തിപ്പെടും. ഇവിടെ ശ്രീ പാർവതി ദേവിയോട് പറയാണ്, എത്രയോ ജന്മങ്ങൾ, ജന്മജന്മാന്തരങ്ങൾക്കു ശേഷമാണ് ഒരു ജീവൻ മനുഷ്യനായി ജനിക്കുന്നത്. നമ്മളുടെ കാര്യം, ഈ മനുഷ്യനായി ജനിച്ചു കഴിഞ്ഞിട്ട് സുഹൃതം കൂടുമ്പോൾ ദുരിതം കുറഞ്ഞു കുറഞ്ഞു വരൂത്രേ നമുക്ക്. ആ ദുരിതം കുറയുമ്പോൾ നമ്മളൊരു ക്ഷേത്രാങ്കണത്തിൽ എത്തും. അപ്പോഴും തൊഴുത് വേഗം വീട്ടിൽ പോകണമെന്ന് ആ കുട്ടികൾ പറയണ്ട, വീട്ടിൽ പോവാ, നേരെ ഊട്ടുപുരയിലൊരു പ്രഭാഷണം ഉണ്ട്, ഒന്ന് കയറി നോക്കാം എന്ന് തോന്നും. അങ്ങനെയാണത്രേ ഒരാചാര്യൻ്റെ മുന്നിൽ നമ്മൾ എത്തിപ്പെടുന്നത്. ഇപ്പോൾ ടീച്ചറെ പരിചയമുള്ള ഒരാളെന്ന് പറഞ്ഞല്ലോ, അവര് കഴിഞ്ഞ വർഷം കപ്പളയങ്ങാട് അമ്പലത്തിലാണ് നേരിട്ട് കാണുന്നത്. അപ്പം അതിനു മുമ്പേ അവർ യൂട്യൂബിലൂടെ കണ്ട് ഈ പ്രഭാഷണങ്ങൾ ആസ്വദിക്കാറുണ്ട് എന്ന് പറഞ്ഞു. അത് നിമിത്തമാത്രം ഭവസവ്യസാചി, ഞാനൊരു നിമിത്തം മാത്രം, ഞാൻ എന്ത് പറയുന്നു എന്നുള്ളതാണ് അവർ ശ്രദ്ധിച്ച് കാണുക. അതുകൊണ്ടാണ് അവർക്ക് അത്രയും ഒരു ഇഷ്ടം, അല്ലെങ്കിൽ അത് ആരാധനയായി മാറിയിട്ടുണ്ടാവുക. എന്താ പറയുന്നേ? ഈശ്വര കഥകളാ. രാമായണം, അധ്യാത്മരാമായണം തുടങ്ങുമ്പോൾ എന്താ പറയുന്നത്? കാവ്യം സുഖേയം കഥരാഗവീയം
കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയ സ്വരത്തിൽ ആനന്ദലബ്ധിക്കിനി എന്തു വേണ്ടു. പക്ഷേ ഈ രാമായണത്തിന്റെ പ്രത്യേകത എന്താ? ശോകത്തിൽ നിന്നും വരുന്ന ശ്ലോകത്തിലാണ് രാമായണം തുടങ്ങുന്നത്. ദുഃഖാണ് രാമായണവും മഹാഭാരതവും എന്ന രണ്ട് ഇതിഹാസങ്ങളും. ആദ്യം അവസാനം നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. പക്ഷേ ഇത് വായിക്കുന്ന വ്യക്തി എങ്ങനെയാ വായിച്ചുകൊണ്ടിരിക്കണേ? ആത്മീയത നിറഞ്ഞ സന്തുഷ്ടമായ മനസ്സോടുകൂടിയാണ് രാമായണം ഇവിടെ എടുത്തു വെച്ച. ആദ്യം എന്താ ചൊല്ലണ്ടേ? അപ്പ പറയും ഹരിശ്രീ ഗണപതയേ ഓം കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. എന്തേ ആദ്യം അത് ചൊല്ലുന്നേ? കൂജന്തം രാമ രാമേതി. ഏതൊരു ഗ്രന്ഥവും എടുത്തു വെക്കുമ്പോൾ ആദ്യം ആ ഗ്രന്ഥം നമുക്ക് ലഭിക്കാൻ കാരണക്കാരനായ ആ മഹാത്മാവിനെ ഒന്ന് വന്ദിക്കണം. അതിനുവേണ്ടി ആദ്യം വാൽമീകി കോകിലത്തെ സ്മരിക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ വായിക്കുന്നത് വാൽമീകി രാമായണം അല്ല, എന്താ? അധ്യാത്മരാമായണം. എത്രയോ രാമായണങ്ങളുണ്ട്. രാമായണം ഉണ്ടാവാനുള്ള കാരണം തന്നെ പറയുമ്പോൾ അത് ഇതിന് ശേഷം പറയാം, നമുക്കത് മനസ്സിലാവും. ഇവിടെ അധ്യാത്മരാമായണം ആയതുകൊണ്ട് നമ്മളിത് തുറന്നു വെച്ചിട്ട് പിന്നെ ചൊല്ലും. സാനന്ദരൂപം സകല പ്രബോധമാനന്ദദാനാമൃത പാരിജാതം മനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണൗമി തുഞ്ചത്തെഴുമാര്യപാദം. അങ്ങനെ തുഞ്ചത്തെഴുന്ന ആ മഹാത്മാവിനെ വന്ദിച്ചിട്ടാണ് അധ്യാത്മരാമായണം തുടങ്ങേണ്ടത്. ഇങ്ങനെ ആയിരിക്കും എന്ന് കരുതണു, എങ്കിലും ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷമാണ് ഹരിശ്രീ ഗണപതയേ നമഃ വിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ ഇങ്ങനെ പറഞ്ഞു വരുമ്പോ നമ്മൾ കാണുന്ന രാമനാമ മഹിമ ഏറ്റവും കൂടുതൽ നമ്മെ മനസ്സിലാക്കുന്ന കഥയാണ് വാൽമീകിയുടെ ആത്മകഥ എന്ന ഭാഗം. ഈ വാൽമീകിയുടെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷേ വാൽമീകി മഹർഷിയെ തമസാ നദിക്കരയിലെ ആശ്രമം കെട്ടി അങ്ങനെ താമസിക്കാം. നമ്മുടെ ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയില് ഈ തമസാ നദിക്കരയിലെ ആശ്രമമൊക്കെ കെട്ടി താമസിക്കുന്നതിന് മുമ്പ് കാട്ടുകള്ളനായിരുന്നു, രത്നാകരനായിരുന്നു എന്നുള്ള കഥ രാമായണത്തിൽ തന്നെ വരുന്നുണ്ട്, അധ്യാത്മരാമായണത്തില്. ഈ രത്നാകരൻ എന്ന കാട്ടുകള്ളനെ ഒരൊറ്റ നിമിഷം കൊണ്ട്, അതാണ് സത്സംഗമം ജന്മസാഫല്യമോർക്ക നീന്ന് രാമായണം പറയുന്നത്. ഒരു നിമിഷ നേരമാണ് പിടിച്ചു പറിക്കാൻ വേണ്ടിയിട്ട് സപ്തർഷികളെ കണ്ടപ്പോൾ ഓടിച്ചെന്നത്. എന്നിട്ട് എന്താ ചെയ്ത്? പിടിച്ചു പറിക്കാൻ വേണ്ടി ചെന്ന രത്നാകരൻ അവിടെ അന്തം വിട്ട് നിൽക്കുക. മധ്യാഹ്ന മാർത്താണ്ഡ തേജസ്വരൂപികൾ, മധ്യാഹ്ന മാർത്താണ്ഡനെ പോലെ, സൂര്യനെ പോലെ ജ്വലിച്ചു നിൽക്കുന്ന അവരുടെ ആ മുഖം, ആ കാന്തി കണ്ടപ്പോ അന്തം വിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഒരറിവും ഇല്ലാത്ത ഈ കാട്ടാളനായ രത്നാകരൻ അങ്ങനെ പിടിച്ചു പറിക്കാൻ തുടങ്ങുമ്പോൾ ചോദിക്കുന്ന ചോദ്യ, നീ ഈ ചെയ്യുന്നത് പാപമാണ്. ഒരു സത്ത് അല്ലെങ്കിൽ സത്തുക്കളെ കണ്ടാലേ നല്ലത് നമുക്ക് പറഞ്ഞു തരും. നീ ചെയ്യുന്ന പ്രവൃത്തി പാപമാണ്. ഈ പാപം പകുത്തു വാങ്ങുമോ നിന്റെ വീട്ടുകാർ എന്ന് ചോദിക്കൂ. അപ്പൊ ഒരു വിശ്വാസം തോന്നുക, ഞാൻ പോയാലും ഇവരിവിടെ നിൽക്കും. അങ്ങനെ അങ്ങോട്ട് ചെല്ലുക ഭാര്യയുടെ അടുത്തേക്ക്. എന്താ പറഞ്ഞേ? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ഭാര്യ കൈയൊഴിഞ്ഞു. താൻ ചെയ്യുന്ന എല്ലാ കർമ്മഫലങ്ങളും ആരനുഭവിക്കണം? നമ്മൾക്ക് വേണ്ടി അമ്മ നാമം ചൊല്ലുന്നുണ്ട് എന്ന് കുട്ടി പറഞ്ഞ അതുകൊണ്ട് ഒരു കാര്യമില്ല. അമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. പക്ഷേ ഈ കുഞ്ഞിന്റെ ജീവനെ ഉദ്ധരിക്കാൻ, ഉണർത്താൻ, ഉയർത്താൻ ആര് തന്നെ വിചാരിക്കണം? ആ കുഞ്ഞ് തന്നെ വിചാരിക്കണം. അതുകൊണ്ടാണ് എല്ലാവരും ചേർന്നിരുന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. കൂട്ടപ്രാർത്ഥന ഇല്ലാത്തൊരു കൂട്ടരാരാ? നമ്മളാ. നമ്മുടെ അമ്പലങ്ങളിലും കൂട്ടപ്രാർത്ഥനകളൊക്കെ നടന്നിരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. മറ്റു മതസ്ഥരെ നോക്കൂ, കൂട്ടമായി പ്രാർത്ഥിക്കാനായിട്ട് ഒരു ദിവസം അവർ മാറ്റിവെച്ചിരിക്കുക. എന്തും മാറ്റിവെച്ച് അവരവിടെ വന്ന് പ്രാർത്ഥിക്കും. ഇവിടെ പറയാണ്, നിങ്ങൾ ചെയ്യുന്ന കർമ്മഫലം ഞങ്ങളൊന്നും പകുത്ത് വാങ്ങില്ല, പാപം നിങ്ങൾ തന്നെ ഏൽക്കണം, ഇത് നിങ്ങളുടെ കടമയാണ്. നേരെ ഓടി വന്നു ആ ധനുസും വില്ലും ഒക്കെ അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. കാട്ടാളനല്ലേ, സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പൊ എഴുന്നേൽപ്പിച്ചു സപ്തർഷികളുടെ. ഒരൊറ്റ നിമിഷ നേരത്തെ ആ സംഗമം മതിയായി.
കാട്ടുകള്ളനായ രത്നാകരൻ ആരായി ഉയരാൻ? ഒരു മഹർഷീശ്വരനാവാൻ. എന്താ പറഞ്ഞു കൊടുത്തു ആദ്യം മഹർഷീശ്വരന്മാര്, നീ ചെയ്യുന്നത് തെറ്റാണ്, നീ നാമം ജപിച്ചാ മതി. അപ്പോൾ ഏത് നാമ ജപിക്കണ്ടേ? നാമം എന്താന്ന് പോലും അറിയില്ല. രാമമന്ത്രം ജപിക്കൂ, ചൊല്ലിക്കേ എന്ന് പറഞ്ഞപ്പോ രാമമന്ത്രം അത്രയും ശക്തമാണ്. രാമൻ എന്ന മന്ത്രം താരക മന്ത്രം പൂർവികന്മാർ പറഞ്ഞു വെച്ചതാ. കലികാലത്തില് ഇത്രയും ശക്തിയുള്ള ഒരു മന്ത്രം വേറെ ഇല്ല. അതുകൊണ്ടാണ് ഹൈന്ദവന്റെ കർക്കിടക മാസം നമ്മുടെ ഗ്രന്ഥമായ രാമായണത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത്. രാമസ്യ അയനം. കർക്കിടക മാസം എന്നല്ല, രാമായണ മാസം വരുന്നുണ്ട് എന്നാ പറയാ അല്ലെ. വേറൊരു ഗ്രന്ഥത്തിന്റെ ഇതിഹാസത്തിന്റെ പേരിൽ അത് അറിയപ്പെടുന്നില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ അത് ചൊല്ലാൻ, അത് ജപിക്കാനുള്ള ശക്തി ഈ കാട്ടാളനെ ഉണ്ടായില്ല. അപ്പൊ മഹർഷീശ്വരന്മാർക്ക് മനസ്സിലാവുകയാണ് ആ താരക മന്ത്രം പറഞ്ഞു കൊടുക്കാനും അത് സ്വീകരിക്കാനുള്ള ബുദ്ധിയോ വിവരോ ഒന്നും ഇദ്ദേഹത്തിന് ഇല്ല. രാമമന്ത്രം ചൊല്ലാൻ അറിയുന്നില്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നമ്മൾ കഥയിൽ പറയില്ലേ, ആ മരം ഈ മരം മരാമരേത്യേവം ജപിക്കനീന്ന്. മരാന്ന് പറഞ്ഞോളൂ. അപ്പൊ പറയാൻ പറ്റുന്നുണ്ട്. കാരണം മരണം എല്ലാവരുടെയും കൂടെ തന്നെ ഉണ്ട്. ലക്ഷ്മണോപദേശം എത്തുമ്പോൾ എന്താ പറയണേ? കാലാഹിനാ പരിഗ്രസ്തമാം, അല്ലെ? കാലമാകുന്ന അഹി പാമ്പ് നമ്മുടെ പിന്നാലെ എങ്ങനെ വരിക? പക്ഷെ എന്താ അവളെ ചെയ്യണേ? ചക്ഷുശ്രവണകളസ്തമാം ദർദുരം ഭക്ഷണത്തിനപേക്ഷിക്കുന്നതു പോലെ. തവള കരഞ്ഞോണ്ടിരിക്കുക ഈ പാറ്റേനെയും ചടീനെയും പിടിച്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ പിന്നാലെ ആരുണ്ട്? പാമ്പ് വരുന്നുണ്ട്. ഏത് നിമിഷവും ആ തവളയെ വിഴുങ്ങും. എത്ര സുന്ദരമായിട്ട് ആ 2 വരിയില് ആ എഴുത്തച്ഛൻ അത് എഴുതി വെച്ചിരിക്കണേ. ഇത് തന്നെയാ നമ്മുടെ അവസ്ഥ. ഇവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, മര എന്ന് ജപിച്ചോളൂ. അങ്ങനെ വ്യക്തമായി പറഞ്ഞു കൊടുത്ത് പിന്നീട് അത് രാമമന്ത്രമായി. എത്ര കാലം? 1000-ലധികം വർഷം അങ്ങനെ ഇരുന്ന്. പക്ഷെ ഒരു കുട്ടിയോട് പറയും പോലെ ഇവിടെ ഇരുന്ന് ജപിച്ചോളൂ, ഇതിങ്ങനെ പറഞ്ഞാൽ മതി, ഇത് തന്നെയാ മന്ത്രം, ഞങ്ങൾ തിരിച്ചു വരും വരെ. നമ്മളെന്താ വിചാരിക്കുക? നാളെ വരും, മറ്റന്നാൾ വരും, മാസം കഴിഞ്ഞു, കൊല്ലം കഴിഞ്ഞു, 1000 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഈ പുറ്റുമൂടി ശരീരത്തിലാകെ വന്നിട്ട് നമ്മളൊരു സാധനം എടുക്കാതെ വെച്ച് നോക്കൂ, അവിടെ ചെതൽ വരും. ഈ ചെതൽ പുറ്റുകൾ അങ്ങനെ പൊങ്ങി വളരാൻ തുടങ്ങി. അങ്ങനെ ഇദ്ദേഹത്തിന്റെ തപസ്, സത്യത്തിൽ അത് തപസ്സാന്നറിയാതെയാണ് ഇദ്ദേഹം ചെയ്തത്. നമ്മുടെ വിചാരം എന്താ? ഈശ്വര സാക്ഷാത്കാരം കിട്ടണമെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം എന്നാ. എന്ത് മാത്രമേ വേണ്ടൂ? കലികാലത്തില് രാമമന്ത്രം മാത്രം മതി. പ്രത്യേകിച്ചും നാമസങ്കീർത്തനം മതി. കൃതം ത്രേതം ദ്വാപരം കലി, ചതുർയുഗങ്ങളുണ്ട് പറഞ്ഞില്ലേ? ഈ ചതുർയുഗങ്ങളില് കൃതം ത്രേതം ദ്വാപരത്തില് ധ്യാനം വേണമായിരുന്നു, തപസ് വേണമായിരുന്നു, പൂജാതി കർമ്മങ്ങൾ വേണമായിരുന്നു. പക്ഷേ ഈ കലികാലത്തില് നാമജപം മാത്രം മതി. പ്രത്യേകിച്ചും രാമനാമം. എന്താ രാമനാമത്തിന്റെ പ്രത്യേകത? ഭഗവാൻ 10 അവതാരങ്ങൾ എടുത്തു ഇല്ലേ? പക്ഷേ 3 അവതാരങ്ങളുടെ പേരും എന്താ? രാമോ രാമസ്യ രാമ. ദശാവതാരം 10 അവതാരങ്ങളെ കുറിച്ച് ഓർമ്മസൂത്രങ്ങളിൽ പറയുന്നതാ. അങ്ങനെ 3 അവതാരത്തിലും രാമമന്ത്രം ആകുമ്പോൾ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമം എന്താ? രാമനാമം തന്നെ. ഇവിടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു. 1000 വർഷം കഴിഞ്ഞു. സപ്തർഷിമാരെ എന്താ പറഞ്ഞു? ഞങ്ങൾ തിരിച്ചു വരുവോളം ഇവിടെ ഇരിക്കൂ. അങ്ങനെ അവിടെ ഇരുന്നു ജപിക്കുക. രാമര ഈ ശബ്ദം മാത്രമേ ഉള്ളൂ. അങ്ങനെ വന്നു മൂടിയിട്ട് ആ സമയത്ത് സപ്തർഷികൾ വന്നു. രത്നാകര എഴുന്നേറ്റുള്ളൂ. അതുവരെ അത് രത്നാകരനായിരുന്നു. ആ സമയത്താണ് എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോൾ ഈ പുറ്റൊക്കെ പൊളിഞ്ഞ് ചാടി ഇദ്ദേഹം അങ്ങോട്ട് എഴുന്നേറ്റു. പുറ്റിന് സംസ്കൃതത്തിൽ വാൽമീകം എന്നാ പറയാ. അപ്പൊ എന്ത് പറയാണ്? നിന്റെ പേര് ഇനി എന്താ? വാൽമീകി. അതുപോലെ തന്നെ ബ്രഹ്മജ്ഞനാകി എന്നൊരു അനുഗ്രഹവും കൊടുത്തു. അല്ലാതെ ശാസ്ത്ര ഗ്രന്ഥങ്ങൾ തോറും ആഴത്തിൽ നടന്ന് പഠിച്ചിട്ടല്ല ഈ കാട്ടാളനായ രത്നാകരൻ ആരായി മാറിയത്? വാൽമീകി എന്ന മഹർഷിയായി മാറിയത്. വെറുതെ ഒരു മഹർഷി ആയാൽ മതിയോ? നമ്മൾ മഹർഷിയായി വെറുതെ ഇരുന്ന് ധ്യാനവും ജപവും മാത്രമല്ലാതെ മഹർഷീശ്വരന്മാർ എപ്പോഴും ലൗകികർക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുക.
ഇപ്പോൾ ഹിമാലയ സാനുക്കളില് ഭാരതത്തിന് വേണ്ടിയിട്ട് ഒരുപാട് മഹർഷീശ്വരന്മാർ തപസ് ചെയ്യുന്നുണ്ട്, ധ്യാനിക്കുന്നുണ്ട്, ജപിക്കുന്നുണ്ട്, ഹോമാദി കർമ്മങ്ങൾ യാഗങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ആർക്ക് വേണ്ടിയാ? എല്ലാവർക്കും. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഹൈന്ദവൻ മാത്രം അങ്ങനെ പ്രാർത്ഥിക്കുന്നത്, ലോകത്തിന് മുഴുവൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മഹർഷീശ്വരനായിരുന്ന കാട്ടാളനായിരുന്ന രത്നാകരൻ മഹർഷീശ്വരനായി മാറി. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ എന്നാണ് രാമായണം പറയുന്നത്. ഇങ്ങനെ തമസാ നദിക്കരയിൽ അങ്ങനെ ഒരു ആശ്രമമൊക്കെ കെട്ടി എല്ലാവരെയും ഭാര്യ മക്കളൊക്കെ പോയില്ലേ, 1000 വർഷമായില്ലേ, സുഖമായിട്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും സന്ധ്യാവന്ദനം, 3 സന്ധ്യകളുണ്ട് നമുക്ക്. സന്ധ്യാവന്ദനം ചെയ്യുന്നതിന് വേണ്ടി തമസാ നദിക്കരയിലേക്ക് ആശ്രമത്തിൽ നിന്ന് ഇറങ്ങി നടക്കുമ്പോഴാണ് 2 ക്രൗഞ്ചമിഥുനങ്ങൾ രാസക്രീഡയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഏതോ ഒരു കാട്ടാളൻ അതിലെ ആൺപക്ഷിയെ അമ്പെയ്ത് വീഴ്ത്തി. ഇതാര് കണ്ടു? വാൽമീകി മഹർഷി. ഇത് കണ്ട സമയത്ത് വാൽമീകിക്ക് പോലും അറിയില്ല ഈ ശ്ലോകം എവിടെന്നാ വന്നത് എന്ന്. അദ്ദേഹം വലിയ കവിയൊന്നും ആയിരുന്നില്ല. എന്താ പറഞ്ഞത്? മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗമ ശാശ്വതീ സമാഹ ക്രൗഞ്ചമിഥുനാദേകവതി കാമമോഹിതം. കാമമോഹിതരായിരിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ നീ അമ്പെയ്ത് താഴെ വീഴ്ത്തിയില്ലേ? ഇത് കണ്ട സമയത്ത് ആ പെൺപക്ഷി ചിറകടിച്ച് കരഞ്ഞു വിളിക്കുന്നതാണ് വാൽമീകി മഹർഷി കാണുന്നത്. അത്രയും ദുഷ്ടനായിരുന്ന കാട്ടാളനായിരുന്ന മഹർഷിക്ക് ഇത്തിരി നേരത്തെ സപ്തർഷികളുമായുള്ള സംഗമത്തിലൂടെ രാമമന്ത്രത്തിന്റെ ശക്തി കൊണ്ട് മനസ്സിന് അലിവ് വന്നു. ആ ഒരു കരുണ എന്ന ഭാവം വന്നതുകൊണ്ടാണ് ഈ ക്രൗഞ്ചമിഥുനങ്ങൾ ഒന്ന് താഴെ വീഴുന്നത് കണ്ടപ്പോൾ ഇങ്ങനെ ഒരു കാവ്യം പുറത്തേക്ക് വന്നത്. അത് കഴിഞ്ഞു തമസാ നദിയിലിറങ്ങി സന്ധ്യാവന്ദനം ചെയ്തു തിരിച്ചു വരിക. സന്ധ്യാവന്ദനം ചെയ്യുമ്പോൾ ഭഗവാനോടൊരു പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രോക്ഷണവും ഇതൊക്കെ കഴിഞ്ഞിട്ട് നെഞ്ഞത്ത് കൈവച്ചിട്ട് എന്താ പറയാന്നോ? അസാവാദിത്യോ ബ്രഹ്മ ബ്രഹ്മൈവ അഹമസ്മി. ഹേ ആദിത്യദേവ, അങ്ങ് ബ്രഹ്മമാകുന്നു, ഞാനും ബ്രഹ്മമാകുന്നു. ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയരണം. അതിനാണ് സത്സംഗങ്ങൾ. എല്ലാ വർഷവും നിങ്ങളിവിടെ നാരായണീയവും സപ്താഹവും എല്ലാം നടത്തുന്നില്ലേ? എന്തിനാ? നമുക്ക് സത്സംഗം കൂടുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ ഒന്ന് ഉണർത്താൻ കഴിയും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ആത്മാവ് പിന്നെയും ഉറങ്ങും. ആത്മീയമായി ചൈതന്യം ഉറങ്ങിപ്പോകും. ആ ചൈതന്യത്തിനെ തട്ടി ഉണർത്താൻ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു? സപ്താഹവും പ്രഭാഷണങ്ങളും അല്ലെങ്കിൽ ഇവിടെ പാരായണങ്ങളും ഒക്കെ നടത്തുക. ഇവിടെ ഇങ്ങനെ തിരിച്ചു വരുന്ന സമയത്ത് ആശ്രമത്തിന് മുന്നിൽ ആരാ നിൽക്കുന്നത്? ബ്രഹ്മദേവന. അത്ഭുതമായി. തൻ്റെ കുടിലിലേക്ക് ബ്രഹ്മദേവൻ എഴുന്നള്ളിയിരിക്കുന്നു. അർഘ്യവാദ്യങ്ങളോടുകൂടി സ്വീകരിച്ചിരുത്തി കുശലാന്വേഷണമൊക്കെ നടത്തിയപ്പോൾ പറയാണ്, ഹേ വാൽമീകി മഹർഷിയെ, അങ്ങ് ഇന്ന് ചൊല്ലിയ ആ 4 വരികളില്ലേ, അത് രാമായണം ആണ്. രാമായണത്തിലെ കഥ ഈ 4 വരികളിൽ ഉൾപ്പെടുത്താതെ വിസ്തരിച്ച് 24,000 ശ്ലോകങ്ങളായിട്ട് വാൽമീകി രാമായണം രചിക്കണം. ആലോചിച്ചു നോക്കൂ. ബ്രഹ്മദേവൻ നേരിട്ട് വന്ന് നമ്മുടെ ഭാരതത്തിലെ തമസാ നദിക്കരയിലെ വാൽമീകി എന്ന മഹർഷിയോട് പറയാ, ഉപദേശം കൊടുക്കുക, താൻ വാൽമീകി രാമായണം ആ 4 വരിയെ വിസ്തരിച്ച് എഴുതി രചിച്ചു വെക്കണം. വാൽമീകി രാമായണം വായിച്ചവർക്കറിയാം, അതിൽ ഒരുപാട് വർണ്ണനകളുണ്ട്. വാൽമീകി രാമായണം എന്ന വടവൃക്ഷത്തിൻ്റെ വിത്ത് പാകിയത്, ആ ബീജം നൽകിയത് ആരാണ്? ബ്രഹ്മദേവൻ വന്ന് ഈ വാൽമീകി മഹർഷിക്കാം. താൻ കുറച്ച് സമയം മുമ്പ് ചൊല്ലിയ ആ 4 വരികളാണ് രാമായണം. അത്രയും അർത്ഥങ്ങളാണ്. ഈ 4 വരികളില് 2 കാര്യം പറയുന്നുണ്ട്. എന്താണ്? ഒന്നൊരു ശാപ, നീ നശിച്ചു പോ. ആരോടാ പറയുന്നേ? കാട്ടാളനോട്. അമ്പെയ്തില്ലേ പക്ഷീനെ, അതും രാസക്രീഡ നടത്തുമ്പോൾ അതുകൊണ്ട് നശിച്ചു പോന്ന്. മറ്റൊന്ന്, രാവണ മണ്ഡോദരികളാണ് ഈ 2 പക്ഷികൾ എന്ന. രാവണനാണല്ലോ കാമമോഹിതനായിട്ട് സീതയുടെ പിന്നാലെ നടക്കുന്നത്. ആ രാവണനാകുന്ന ആൺപക്ഷിയെ കൊന്ന് താഴെ ഇട്ട് കഴിഞ്ഞാൽ ആര് രക്ഷപ്പെട്ടു? മണ്ഡോദരി രക്ഷപ്പെട്ടു. മണ്ഡോദരിയുടെ പ്രത്യേകത എന്താ?
പഞ്ചമാതാക്കളില് അഹല്യ, ദ്രൗപദി, സീത, താര, മണ്ഡോദരി തഥാ പഞ്ചകന്യകമാരിൽ ഒരാളാണ് മണ്ഡോദരി. അത്രയും ശ്രേഷ്ഠയാണ് മണ്ഡോദരി. അങ്ങനെയുള്ള സത്സംഗം മാത്രം, ഈശ്വര ധ്യാനം മാത്രമായി ജീവിക്കുന്ന മണ്ഡോദരിയുടെ കൂടെ ആരാ ഉള്ളത്? രാവണനാ. രാവണൻ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിമാനാ, കൈലാസം എടുത്ത് അമ്മാനമാടിയ വ്യക്തിയാ, മഹാദേവ ഭക്തനാ, നല്ല ശക്തിയുണ്ട്, അറിവും ഉണ്ട്. നമ്മളെ അറിവിൽ ഉയർന്നു നിൽക്കണം എന്നാ പറയാ. പക്ഷെ എന്തില്ല, അഹങ്കാരം കാരണം ഈ ബഹുമാനം ഇല്ല. അഹങ്കാരം കൊണ്ട് മതിച്ചങ്ങനെ നടക്കുക. ഈ അഹങ്കാരം ശമിപ്പിക്കാനാ രാവണനെയും മഹാബലിയെയും ഭഗവാൻ ശിക്ഷിക്കുന്നത്. ഇങ്ങനെ ഈ അഹങ്കാരിയായ രാവണനോട് സീതയെ ഉപദ്രവിക്കേണ്ട, കട്ടുകൊണ്ടുവരണ്ട, തിരിച്ചു കൊടുത്തോ 1000 തവണ മണ്ഡോദരി ഉപദേശിച്ചു. പറഞ്ഞത് കേട്ടില്ല. ആ രാവണൻ മരിച്ചു വീഴുന്നതോടെ രാമായണം കഴിയുക. അപ്പോ ഈ കാമമോഹിതനായിരിക്കുന്ന രാവണനാണ് ആ പക്ഷിയെങ്കിൽ ശ്രീരാമചന്ദ്രൻ വിജയിക്കട്ടെ എന്ന ഒരു അനുഗ്രഹം കൂടി ആ വരികളിലുണ്ട് എന്ന് ബ്രഹ്മദേവൻ പറയുമ്പോഴാണ് വാൽമീകി മഹർഷിക്ക് മനസ്സിലാവുക. ഇങ്ങനെ വാൽമീകി മഹർഷി അവിടെ ഇരുന്ന് 24,000 ശ്ലോകങ്ങളുള്ള വാൽമീകി രാമായണം രചിച്ചു. ഇങ്ങനെ രാമായണത്തിന്റെ ആദ്യ ബീജം വാൽമീകി രാമായണത്തിൽ അങ്ങോട്ട് ഉത്ഭവിക്കുക. ഇത് വളർന്ന് വടവൃക്ഷമായി മാറി. വ്യാഖ്യാനമുള്ളത് വാങ്ങിയ 3 അട്ടി പുസ്തകമുണ്ട്, ഡോക്ടർ എം ലീലാവതിയുടെ ഒക്കെ. കാരണം ഒരുപാട് വർണ്ണനകളുണ്ട് വാൽമീകി രാമായണത്തില്. പക്ഷേ നമ്മുടെ അധ്യാത്മ രാമായണത്തില് പേര് തന്നെ നോക്കൂ, അധ്യാത്മ രാമായണം. ആത്മീയതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അതേപോലെ കമ്പരാമായണം, കമ്പർ രചിച്ചു. തുളസി രാമായണം, ആനന്ദ രാമായണം. പക്ഷെ ഇതിൻ്റെയൊക്കെ മുന്നിൽ എന്താ? അധ്യാത്മ ഇല്ല. ആധ്യാത്മികതയ്ക്ക് മാത്രം മുൻതൂക്കം കൊടുത്തപ്പോൾ ഈ വലിയ വാൽമീകി രാമായണത്തിൽ നിന്ന് ഇങ്ങോട്ട് കറന്നെടുത്തിട്ട് ചെറിയ ഒരു രാമായണമാക്കി വെക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് ഉത്തരകാണ്ഡം ആണ് ഉത്തര രാമായണം, 7ാമത്തെ കാണ്ഡം. അതിനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സമർപ്പിക്കരുത്. അങ്ങനെ തന്നെ അടുത്ത വർഷം അത് ഞാനങ്ങ് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അജിതേച്ചിക്ക് അറിയാം, ഇന്നാണ് സമർപ്പിച്ചത്. അവരായിരുന്നു സമർപ്പിച്ച് ബ്രഹ്മാവിൻ്റെ സ്തുതിയും ചൊല്ലിയിട്ട്. നമ്മൾ ഒരു 50 പേജിന് 1 മണിക്കൂറൊക്കെ വെച്ചിട്ടല്ലേ സമ്പൂർണ്ണം ചെയ്യുക. അത് പേജ് മൊത്തം 32 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം എത്ര പേജാന്നൊരു ഐഡിയ കിട്ടും. അങ്ങനെ വായിച്ചങ്ങോട്ട് സമർപ്പിച്ചാൽ മതി. ഇനി ഈ വടവൃക്ഷം വളർന്നു വലുതായി ചെറിയ ചെറിയ മറ്റുള്ള രാമായണങ്ങൾക്കൊക്കെ ഒരു കാരണമായി. അങ്ങനെയാണ് മറ്റ് രാമായണങ്ങൾ ഉണ്ടാകുന്നത്. ഈ രാമായണത്തിൽ തന്നെ പല കഥകളും നമ്മൾ കേൾക്കും. നമ്മുടെ അധ്യാത്മ രാമായണത്തിൽ അത് കാണില്ല. അത് ഇവിടുന്ന് അടുത്ത് ഈ കമ്പരാമായണം, ആനന്ദരാമായണം എന്ന കൃതികളിൽ നിന്നൊക്കെ. ഇങ്ങനെ രാമമന്ത്രത്തിന്റെ മഹിമ കൊണ്ട് മാത്രം കാട്ടുകള്ളന് എന്തായി മാറാം? വാൽമീകി രാമായണത്തെ പോലെ ഒരു ഗ്രന്ഥം ചമയ്ക്കാൻ കഴിവുള്ള മഹർഷീശ്വരനാവാം എങ്കിൽ ഒരു സാധാരണക്കാരനായ നമ്മള്, ഒരു കാട്ടാളനെ പോലെ അല്ലല്ലോ നമ്മുടെ ജീവിതം. കാട്ടാളന്റെ ജീവിതം എന്താ? ഒരു കുറുക്കന്റെ ജീവിതം പോലെ, ഉണ്ണുക, ഉറങ്ങുക, കിടന്നുറങ്ങുക. അല്ല, ഉണ്ണുക, കുളിക്കുക, കിടന്നുറങ്ങുക, അല്ലേ? നമ്മൾ രാവിലെ വെച്ചാൽ കുളിക്കും, കുറെ ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും. ഈ കൊടുവായിടുക, ഉറങ്ങുക, വീണ്ടും ഉണ്ണുക, ഇങ്ങനെ ജീവിക്കുന്നത് മൃഗങ്ങളാണ്. മൃഗങ്ങളെ പോലെ. ശങ്കരാചാര്യ സ്വാമി നമ്മുടെ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞത് എന്താ? മനുഷ്യരൂപേണ മൃഗം ചരന്തി. ഇവിടെ കുറേ മനുഷ്യരുണ്ട്. എത്ര കാലഘട്ടം മുമ്പാന്ന് ചിന്തിക്കണം. എല്ലാവരും എങ്ങനെയാ? മൃഗങ്ങളെ പോലെയാ. മൃഗങ്ങൾ എങ്ങനെയാ? ഉണ്ണുക, ഒരിടുക, കിടന്നുറങ്ങുക. അങ്ങനെ ജീവിക്കരുത് എന്ന് ഗ്രന്ഥങ്ങൾ നമ്മളോട് പറയാ. എങ്ങനെ ജീവിക്കണം? രാമായണം രചിക്കാൻ കാരണമായ വാൽമീകി മഹർഷിക്ക് അക്ഷരാഭ്യാസം പോലും ഉണ്ടായിരുന്നില്ല. നമുക്കോ? അങ്ങനെ നമ്മളൊന്ന് കമ്പയർ ചെയ്ത് ചിന്തിക്കാം. നമ്മൾ മനുഷ്യനായി ജനിച്ചു, അച്ഛനും അമ്മയും എന്തോ അനുഗ്രഹം കൊണ്ട് നമുക്ക് വിദ്യാഭ്യാസം തന്നു, നമുക്ക് വായിക്കാൻ കഴിയൂലോ. ഒരു ഗ്രന്ഥം നമ്മുടെ സ്വന്തമാക്കുക. ആ ഗ്രന്ഥങ്ങൾ തുറന്നാൽ തന്നെ പകുതിയായി. ഇത്രയും നമുക്ക് തോന്നുന്നു നമ്മുടെ കഴിവുകൊണ്ടാ. ഒന്നുമല്ല. നമുക്കിവിടെ വന്നിരിക്കണം. ഞാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ലല്ലോ. ഹൈവേ കൂടെ പോരുന്നത് എന്തും സംഭവിക്കാം. എപ്പോഴും ആക്സിഡന്റാ. ആര് തീരുമാനിക്കുക? മഹാദേവൻ ആ ശ്രീലകത്തിരുന്ന് തീരുമാനിക്കുത്രേ. ഇത്ര ദൂരത്തുനിന്ന് ഒരാൾ വരുന്നുണ്ട്, അവരെ പോയി കൂട്ടിക്കൊണ്ടുവരണം. ആരാ വന്നത്? കാറ് വന്നതല്ല പറയുന്നേട്ടോ. ഭൂതഗണങ്ങളോട് പറയൂത്രേ, എൻ്റെ ഒരു ഭക്തൻ ഇത്ര ദൂരത്തുനിന്ന് വരുന്നുണ്ട്, അബദ്ധമൊന്നും കൂടാതെ അവരെ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഭൂതഗണങ്ങൾ ഇവിടുന്ന് പുറപ്പെടും. ആ പറഞ്ഞ സമയത്ത് അവിടെ എത്തി നമ്മളെ കൊണ്ടുവരും. മഹാദേവ ക്ഷേത്രത്തിൽ വന്ന് തൊഴുതാല് നിർബന്ധമായും 5 മിനിറ്റെങ്കിലും അവിടെ ഇരിക്കണം.
വെറുതെ അല്ല ഊട്ടുപുരയും മുഖമണ്ഡപവും ഇതൊക്കെ ഉണ്ടാക്കിയിടുന്നത്. എന്തിനാ? നമ്മൾ അവിടെ ഇരുന്നില്ലാച്ചാ ഭൂതഗണം നമ്മുടെ കൂടെ വന്നിട്ട് എന്ത് ചെയ്യും? പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീട് വരെ പോരണം. ഇരുന്ന് കഴിഞ്ഞാൽ അപ്പം എന്ത് ചെയ്യാം? അടുത്ത ഭക്തനെ കൊണ്ടുവരാൻ വേണ്ടി ഈ ഭൂതഗണങ്ങൾ പോകുന്ന സങ്കല്പം. അതുകൊണ്ടാണ് ശുദ്ധമായ മനസ്സോടെ പഞ്ചശുദ്ധി പാലിക്കണം എന്നാ പറയാ. ക്ഷേത്രത്തിൽ വരുമ്പോ എന്താ പഞ്ചശുദ്ധി? കുളിക്കുമ്പോ മനഃശുദ്ധി, ശരീരശുദ്ധി. മനസ്സും ശരീരവും ശുദ്ധമാക്കിയിട്ട് കുളിക്കുക. എങ്ങനെയാ മനസ്സ് ശുദ്ധാക്കുക? ഒന്നും വിപരീതമായി ചിന്തിക്കാതിരിക്കുക. ശുദ്ധമായ മനസ്സോടെ ഇന്ന് എന്തിനു വേണ്ടിയിട്ടാ? രാവിലെ കുളിക്കുന്നു, ക്ഷേത്രത്തിൽ പോകണം, രാമായണ സമർപ്പണമാണ്, വൈകുന്നേരം പ്രഭാഷണമുണ്ട്. സത്ചിന്ത, സത്പ്രവൃത്തി, ഇതാണ് മനസ്സ് ശുദ്ധാക്കുക എന്ന് പറഞ്ഞ. കുളിക്കുമ്പോൾ ശരീരം ശുദ്ധമാവും. എത്ര കുളിച്ചാലും ഇത് ശുദ്ധാവില്ല എന്ന് രമണ മഹർഷി പറഞ്ഞു. രമണ മഹർഷി എന്താ പറഞ്ഞ? ഇത് ഒരു ബക്കറ്റാണ്, മാലിന്യങ്ങൾ നിറച്ച ബക്കറ്റാണ് ഈ ശരീരം. ഇതിനെ ശുദ്ധാക്കിയിട്ട് നീ ഒരിക്കലും നിന്റെ ജീവിതം കളയരുത് അല്ലേ. നമ്മളിങ്ങനെ വിചാരിക്കും ഇനി ഒന്നും കൂടി സ്ലിം ബ്യൂട്ടി ആവണം അല്ലെ, ഒന്നും കൂടി വെളുക്കണം, തുടുത്ത ഗ്ലോ ഉള്ള സ്കിന്ന് വേണം. പക്ഷേ നമ്മളുടെ ശരീരം നമ്മളുടെ അധീനത്തിലല്ല. നമ്മുടെ സ്വന്തമായ ശരീരം പോലും നമ്മൾ പറഞ്ഞത് കേൾക്കാതെ വയസ്സാവുന്നില്ലേ ഒരു കാലം കഴിഞ്ഞാല്? അപ്പൊ ഇതിനെ നീ മിനുക്കാൻ നോക്കണ്ട. ഇതെന്താ? മാലിന്യങ്ങൾ നിറച്ച ഒരു ബക്കറ്റ് എന്ന് പറഞ്ഞാൽ ചോര, ജലം അല്ലെ, മാലിന്യങ്ങൾ, വിസർജ്യങ്ങൾ, മൂത്രം ഇതൊക്കെ ഉണ്ട്. അതുകൊണ്ട് നീ അതൊന്നും നന്നാക്കണ്ട. എന്ത് ചെയ്താൽ മതി? നീ വീടിന് വേണ്ടി ജീവിക്കാതെ അല്ലെ, ചിലർ പറഞ്ഞ 3 നേരം തുടയ്ക്കുന്നു, എന്താ ഗുണം? പിന്നെയും വൃത്തികേടാവുകയാണ്. വീടിന് വേണ്ടി ജീവിക്കാതെ വീടിനെ ഉപയോഗപ്പെടുത്തി ജീവിക്കുക. എങ്ങനെയാ ഉപയോഗപ്പെടുത്തുക? ഈ ജന്മം കിട്ടി, അക്ഷരാഭ്യാസം ഉണ്ട്, ഇനി എന്തേ വേണ്ടു? ഗ്രന്ഥങ്ങളുണ്ട്, എടുത്ത് തുറക്കുക. അങ്ങനെ അങ്ങോട്ട് ഇരുന്നിട്ട് രാമായണത്തിലെ സ്തുതികൾ അങ്ങോട്ട് ചൊല്ലുമ്പോ എന്തൊരു സുഖ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു നമസ്തേ രാമ രാമ. ഇങ്ങനെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു സുഖ. അതാ പറഞ്ഞത്, ശോകത്തിൽ നിന്നും ഉണ്ടായ ശ്ലോകമാണ് മാനിഷാദ. ആ ശോകത്തിൽ നിന്നുണ്ടായ 24,000 ശ്ലോകങ്ങളിൽ നിന്ന് എടുത്തതാണ് അധ്യാത്മരാമായണം. അതിലാണ് ഈ സ്തുതി. ഒരുപാട് സ്തുതികളുണ്ട് അല്ലേ. അഹല്യയുടെ സ്തുതി നോക്കൂ. അഹല്യ ഒരു കല്ലായിരുന്നു ഒരുപാട് കാലം. എന്താ വരം കൊടുത്തത്? നീ ഇവിടെ ഇരുന്നോ, ഇത്രയും കാലം കഴിഞ്ഞാൽ ആര് വരും? രാമൻ വന്നിട്ട് രാമന്റെ പാദസ്പർശം, രാമോഹം എന്ന് പറഞ്ഞിട്ട് ആ കാലുകൊണ്ട് ഒന്ന് തൊട്ടതേ ഉള്ളൂ, അഹല്യക്ക് ജീവൻ കിട്ടി. ഇതൊന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? കഥ ഇങ്ങനെ വായിച്ചു പോകുമ്പോ അതിന്റെ ഉള്ളിൽ കുറെ തത്വങ്ങള് സാധാരണക്കാർക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ച് ചിന്തിക്കണം. ആ തത്വങ്ങൾ അറിഞ്ഞ് നമ്മൾ ജീവിക്കുക. എന്താ ഇവിടെ പറയുന്നേ? ഭഗവാന്റെ ഒരു രാമനാമ സ്മരണ, അതും ചിന്തിച്ച് കല്ലായിരുന്നു എന്നാണല്ലോ. ഭഗവാന്റെ ഇത്തിരി നേരത്തെ ഒരു സ്പർശം അത്രേ ഉണ്ടായുള്ളൂ. കല്ലായ അഹല്യ സാധാരണ സ്ത്രീയായി. കല്ലായ മനസ്സിനെ പോലും ഉയർത്താൻ, ഉണർത്താൻ ആർക്ക് കഴിവുണ്ട്? രാമനാമത്തിന്, സത്തുക്കളുടെ സംഗമത്തിന് കഴിവുണ്ട്. ഇപ്പൊ നമ്മുടെ ശ്രീരാമചന്ദ്രൻ ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്നൊന്നും വരില്ല, മഹാദേവൻ ശ്രീലകത്തുനിന്ന് വന്നു വരില്ല. പക്ഷേ ഈ സത്തുക്കളുടെ ഒരു സംഗമം ഉണ്ടല്ലോ, സത്സംഗമം, ജന്മസാഫല്യം, എത്രയോ ജന്മങ്ങളുടെ സാഫല്യം ആ സുഹൃതം കൊണ്ട് കിട്ടുന്ന ഇത് തന്നെയാണ് ഏറ്റവും വലിയ മഹിമ. ആ സത്സംഗത്തിന്റെ ഒരു ഗുണം അപ്പൊ തന്നെ നമുക്ക് കിട്ടുന്ന പറയുന്നത്. ഇത് ഓരോ വരികളിലായിട്ട് രാമായണം പറഞ്ഞു വെച്ചിരിക്കുക. ഇങ്ങനെ രാമായണത്തിലൂടെ അങ്ങനെ പോകുമ്പോൾ അഹല്യയുടെ ആ കല്ലായ ഭാവത്തിൽ നിന്ന് ഉയരാൻ നമ്മളെ എന്ത് സഹായിച്ചു? രാമന്റെ ആ ഒരു പാദസ്പർശം ഇത്തിരി വേണ്ടി വന്നുള്ളൂ. അപ്പൊ രാമന്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇനി ശൂർപ്പണഖയുടെ കാര്യം നോക്കൂ. ശൂർപ്പണഖയെ എല്ലാവരും കുറ്റം പറയാ. എന്താ? വൃദ്ധയായേറ്റം വിരൂപയായുള്ളൊരു നക്തഞ്ചരാധിപ സോദരി രാമനെ ശ്രദ്ധിച്ച കാരണം. ബാക്കി പറയണ്ട. ആകെ ഉടലൊക്കെ അങ്ങനെ മുറുകി വരികയാണ്. ലങ്ക ചുട്ടുപൊട്ടിച്ചു. ആര്? ഹനുമാൻ ചെന്നിട്ട്. ആ സമയത്ത് നക്തഞ്ചര സ്ത്രീകൾ തമ്മിൽ പറയുന്നതാണ്. അതിൽ നിന്നും നമ്മൾ എന്ത് മനസ്സിലാക്കണം ജീവിതത്തില്? ആദ്യത്തെ വരി തന്നെ നോക്കൂ. വൃദ്ധയായേറ്റം. വാർദ്ധക്യം വരുമ്പോ മനുഷ്യൻ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്ന് പറയാം. 4 ആശ്രമങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ?
ഏതൊക്കെയാ? ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. ഇതില് ബ്രഹ്മചര്യ കാലഘട്ടത്തിൽ നമ്മൾ എന്തെല്ലാം ചെയ്യണം, ഇത് മുതൽ അവിടെ നിന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങണം. ഇത്രയൊന്നും നമ്മൾ രാമായണം വായിച്ച് ഇന്ന് എനിക്ക് കിട്ടിയ പോഷൻ നാളെ ഇന്ന ആൾ വരും ഒന്നും ചിന്തിക്കില്ല. പക്ഷേ ചെറുതാകുമ്പോൾ 4 വയസ്സിൽ ഉപനയനം കഴിഞ്ഞാൽ വേദമന്ത്രങ്ങൾ പഠിക്കണം, ഗായത്രി ജപിക്കണം. പണ്ടൊന്നും ഗുരുമുഖത്തുനിന്ന് കിട്ടാതെ ഗായത്രി ചൊല്ലാനാരും സമ്മതിക്കില്ല. ഇപ്പോഴും ശരിക്കും ഗുരു പഠിപ്പിച്ച് തന്നിട്ടേ ഗായത്രി ചൊല്ലാവൂ, അല്ലെങ്കിൽ അത് തെറ്റാണ്, നമുക്ക് വിപരീത ഫലം വരുന്ന പറയാ. കാരണം ദിയോ യോന അവിടെ എന്നുള്ള ശബ്ദമൊന്നും ഗുരു പഠിപ്പിച്ചില്ലെങ്കിൽ വരില്ല. കാരണം ഞാൻ കഴിഞ്ഞ് വിസർഗം വന്നു കഴിഞ്ഞാൽ നമ ശിവായ നമാന്ന് കഴിഞ്ഞ് 2 കുത്ത് കണ്ടില്ലേ, അവിടെ ഷാന്ന് ഒരു ശീനല്ലേ നമ്മൾ എഴുതൂ, ഷീ ഇരട്ടിക്കണം എന്നാ വിസർഗം കഴിഞ്ഞ. അതുപോലെ തന്നെ പാ വരികയാണെങ്കിൽ അവിടെ നല്ല ശബ്ദം വരണം. അപ്പൊ ദിയോ യോന പ്രചോദയാത് ദീർഘസ്വരിതം പോണം. ഇതൊക്കെ ഗുരു പറഞ്ഞു തന്നാലേ നമുക്ക് മനസ്സിലാവൂ. വേദം പഠിക്കണം ഗുരുമുഖത്തുനിന്ന്. പക്ഷേ രാമായണത്തിൽ നമുക്ക് ഒരു ഗായത്രി ഉണ്ട്, ഒരാളും പഠിപ്പിക്കണ്ട രാമായണം. എന്തേ വേണ്ടു? ഞാനൊരു രാമായണം വാങ്ങി, എനിക്കിത് പഠിക്കണം, ഈ പറഞ്ഞ പൂജന്തോ ഇതൊക്കെ എവിടുന്നൊക്കെയോ പ്രഭാഷണത്തിൽ കേട്ടു, അതൊക്കെ എഴുതി വെച്ചു, അങ്ങനെ ചൊല്ലി. എന്നിട്ടോ ചൊല്ലി വരുമ്പോഴാണ് ആദിത്യ ഹൃദയം എന്നും പറഞ്ഞിട്ട് എന്ത് വരിക? സന്താപനാശകരായ നമോ നമ, അന്ധകാരാന്തകരായ നമോ നമ, ചിന്താമണി ചിദാനന്ദായ തേ നമ. ഇങ്ങനെ പോകില്ലേ? ഈ ആദിത്യ ഹൃദയം പണ്ട് അറിയപ്പെടുന്നത് ശൂദ്രഗായത്രി എന്നാണ്. ശൂദ്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ശരിക്കും ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ളത് നമ്മൾ ജനിച്ച കുലം നോക്കിയിട്ടല്ല. ഗീതയിൽ എന്താ പറയുന്നത്? ഗുണകർമ്മ വിഭാഗശ. നീ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഗുണം എന്താണോ, പൂജാതി കർമ്മങ്ങളാണോ ചെയ്യുന്നത്, നീ പഠിച്ച് പാഠങ്ങൾ, ഗ്രന്ഥങ്ങൾ, അറിവ് പകർന്നു കൊടുത്ത് പഠിപ്പിക്കുകയാണോ ചെയ്യുന്നത്, നീ ബ്രാഹ്മണനാണ് എന്നാ പറയുന്നത്. അതായത് ജന്മനാൽ ജായതേ മർത്യ, ജന്മം കൊണ്ട് നമ്മൾ വെറും ഒരു മർത്യൻ. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണം ഉള്ളവനാണ്. കർമ്മണാൽ ജായതേ ദ്വിജ, കർമ്മം കൊണ്ടാണ് അവൻ ദ്വിജനായി മാറുന്നത്. ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. അപ്പൊ ബ്രഹ്മജ്ഞാനമുള്ളവൻ, ഇത്തിരിയെങ്കിലും അറിവുള്ളവൻ എന്ത് ചെയ്യുന്നു? ഗ്രന്ഥങ്ങൾ പഠിച്ച് പറഞ്ഞ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. താൻ പഠിച്ച കാര്യങ്ങൾ മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവനാണ് ആര്? ഗുരു എന്ന വാക്കിനർത്ഥത ഉള്ളൂ. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നവരാണ് ബ്രാഹ്മണൻ. അല്ലാതെ നമ്മള് ഈ ജനിച്ച കുലം, വംശം നോക്കിയിട്ട്, എൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരാളിനോട് പറഞ്ഞു, ഒരു ഭജനാവലി എനിക്കും കൊണ്ടുവരൂ കേട്ടോ. അപ്പം എന്താ? സഹസ്രനാമം എനിക്കറിയില്ല, പഠിക്കണം. എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഞാൻ അത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ആളാണ്. കാരണം അവരൊരു ബ്രാഹ്മൺ സ്ത്രീ, അവർക്ക് അറിയില്ലാതെ. അപ്പൊ പിന്നെ ആരാ അവിടെ ബ്രാഹ്മണൻ എന്ന് ചിന്തിച്ചു നോക്കൂ. അറിവ് ഒരുപാട് അറിവ് നമ്മൾ നേടുക, അറിവിൽ നമ്മൾ ഉയർന്നു നിൽക്കുക, ഭക്തിയിൽ നമ്മൾ ഉയർന്നു നിൽക്കുക. നമ്മുടെ ജനറേഷനോട് ചോദിച്ചു നോക്കൂ, എവിടെ ഉയർന്നു നിൽക്കാനാ താല്പര്യം? അപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ആദ്യത്തെ ആശ്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ അറിവുകളും നേടുക. വെറും അക്കാദമിക് പഠിക്കാതെ കുറച്ച് സമയം, അരമണിക്കൂറെങ്കിലും നമ്മുടെ ഗ്രന്ഥങ്ങളിലൂടെ, അതാദ്യം ജ്ഞാനപ്പാന, പിന്നെ ഹരിനാമകീർത്തനം, പിന്നെ രാമായണം, ഭഗവത്ഗീത, ഭാഗവതം, നാരായണി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോവാം. ചിലർ പറയും 56 റിട്ടയർമെന്റ്, നാരായണിയൊക്കെ വാങ്ങി, വനമാലിന്യം വാങ്ങി ടീച്ചറെ, ഇതെനിക്ക് കൂട്ടിയാൽ കൂടുന്നില്ല പറഞ്ഞ് വിളിക്കും. എപ്പോഴാ തുടങ്ങുന്ന? 56 കഴിഞ്ഞു, കണ്ണൊന്നും ശരിക്ക് കാണുന്നില്ല, അപ്പൊ കുറച്ച് വലിയ അക്ഷരം വേണമെന്നായി. ഇങ്ങനെ തുടങ്ങാതെ എന്ത് ചെയ്യുക? നമ്മൾ പഠിക്കാൻ പോകുന്ന കാലത്തെ ഒരു ഗ്രന്ഥം നമ്മുടെ സ്വന്തമാവുക. അതാണ് ബ്രഹ്മചര്യം. പഠനം എന്താ പഠിക്കണ്ടേ? ആത്മീയമായ അറിവ് ഉണ്ടാക്കണം. എപ്പോ? 4 വയസ്സിന് ശേഷം. അത് ചെയ്യാത്തവർക്ക് ഇത് വായിക്കാൻ ബുദ്ധിമുട്ട്. ഇനി അതും കഴിഞ്ഞ്, ബ്രഹ്മചര്യം കഴിഞ്ഞു, ഗൃഹസ്ഥാശ്രമം എന്താ? അപ്പോഴാണ് കല്യാണം കഴിച്ച് കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് കഴിഞ്ഞു. 56 റിട്ടയർമെന്റ്, വാനപ്രസ്ഥം. ഇപ്പൊ വാനപ്രസ്ഥമൊന്നുമില്ല, ശരിക്കും കാട്ടിക്കൊന്നും പോവേണ്ട, മനസ്സാ എല്ലാതും ത്യജിക്കുക. യോഗാവാസിഷ്ടത്തിലെ കഥയിൽ അതാണ് പറയുന്നത്. ശിഖധ്വജന്റെ കഥയിൽ പറയുന്നത്, ഭാര്യ പറഞ്ഞു കൊടുക്കുകയാണ് അവസാനം, നിങ്ങൾ മനസ്സാ ഒന്നും ഉപേക്ഷിച്ചില്ല, വസ്തുക്കളെ ഉപേക്ഷിച്ചോളൂ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇനി കാട്ടിലേക്ക് പോകണമെന്നില്ല, രാജകൊട്ടാരത്തിൽ തന്നെ വന്നോളൂ, പക്ഷേ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചാൽ മതി. നമുക്കുള്ള പാഠാണത്. എന്താ? വാനപ്രസ്ഥം. ഇപ്പൊ നമ്മളോട് ഒരു കാട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല, കാട്ടിലുള്ളവരൊക്കെ ഇങ്ങോട്ട് വരിക. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് മനസ്സാ എല്ലാം ഒരു പ്രായം കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക. ഇവിടെ ശൂർപ്പണഖയ്ക്ക് എന്താ പ്രായം? വൃദ്ധയായേറ്റം അങ്ങോട്ട് തന്നെ വരിക.
അപ്പൊ വൃദ്ധയായ ശൂർപ്പണഖ അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞ രാമനോട്, എനിക്ക് അങ്ങ് ഈ കല്യാണം കഴിക്കണം. എന്നിട്ട് അതൊക്കെ പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും 4 തട്ടാലേ ശൂർപ്പണഖേനെ ലക്ഷ്മണനും രാമനും ഇട്ടിട്ട് നേരെ അവിടെ ചെന്നിട്ട് എന്താ പറഞ്ഞത്, മൂക്ക് മുലയൊക്കെ അങ്ങോട്ട് പോയപ്പോ സങ്കടമായി. വാൽമീകി രാമായണത്തിൽ മുലയൊന്നും പറയില്ല കേട്ടോ, മൂക്ക് മാത്രമേ പറയുള്ളൂ. ചെവി ഉയർന്നു നിന്നതൊക്കെ അങ്ങോട്ട് പോയിന്നാ. ഇങ്ങനെ നിൽക്കൂലോ രാക്ഷസന്മാരുടെ ചെവി, മൂക്കല്ലേ പിന്നെ നമുക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അവിടെ ചെന്നിട്ട് പറയാണ്, എന്ത് പറ്റിയെന്ന് പെങ്ങളോട് ചോദിച്ചപ്പോഴേ നുണയാ പറഞ്ഞത്. അതെ, ഇങ്ങനെ കാനനത്തിലൂടെ ഞാനങ്ങനെ പോവായിരുന്നു. ആ സമയത്ത് സുന്ദരിയായ ഒരു സ്ത്രീ സീത തനിക്ക് ഭാര്യയാക്കാൻ ഏറ്റവും അനുയോജ്യമാണെന്ന് കരുതി അവളെ പിടിക്കാൻ ചെന്നത്. അപ്പൊ ശ്രീരാമൻ ചെയ്ത പണിയാ ലക്ഷ്മണൻ കൂടി നുണയെ പറഞ്ഞത്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഒരു നുണ, ഒരു സ്ത്രീ പറഞ്ഞ ഒരു നുണ എത്ര വലിയ ആപത്തുകൾ വരുത്തി. ലങ്ക അത്രയും മഹനീയമായ രാജ്യമായിരുന്നു. വൈശ്രവണൻ തപസ് ചെയ്ത് അവിടെ വന്ന് എന്ത് സുഖമായി ജീവിച്ചതാ. ഈ രാവണന്റെ ചേട്ടൻ തന്നെയാണ് വൈശ്രവണന്. ഉപദേശം കൊടുത്തു, അരുത്, നീ ഇങ്ങനെ ചെയ്യരുത് എന്ന്. കേട്ടില്ല. അവിടുന്ന് അദ്ദേഹം പോയി. എന്നിട്ടും രാവണൻ അവിടെ നിന്ന് ഉപദ്രവിച്ചു. രാവണനെ ഉപദേശിച്ചു, വിഭീഷണനെ ഉപദേശിച്ചു, അനിയനാ. കുംഭകർണനെ ഉപദേശിച്ചു. കുംഭകർണൻ എത്ര മഹത്തരമായ വാക്യ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? തനിക്ക് ഭക്തിയാണ് വേണ്ടത്. ഭക്തി ഇല്ലാത്ത ആളാണോ രാവണൻ? പക്ഷേ എന്താ വിചാരിക്കുന്നത്? ശത്രുഭാവേന എന്ത് ചെയ്യാം? ഭഗവാനെ പ്രാപിക്കാം. അതങ്ങോട്ട് തീരുമാനിക്കുക. കാരണം നേരാവണ്ണം ഭഗവാനെ പ്രാപിക്കാൻ ബുദ്ധിമുട്ടാത്രേ. ശിശുപാലനെ എത്ര ചീത്ത പറഞ്ഞു ഇല്ലേ? 101 ആയപ്പോഴല്ലേ ഇതുകൊണ്ട് കണ്ടത്. അപ്പൊ തന്നെ മോക്ഷവും കൊടുത്തു. ആ ആത്മാവ് വന്നിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ ചേരുന്നത് കാണാൻ വേണ്ടിയിട്ടേ ധർമ്മപുത്രനോട് നാരദ മഹർഷി പറഞ്ഞുത്രേ, എന്നെ ഒന്ന് തൊട്ടോളൂ, ഇപ്പൊ ഒരു സംഭവം കാണാം. അത് കണ്ടപ്പോഴാണ് ധർമ്മപുത്രർ പറയുന്നത്, അഹോ അനന്തകാരുണ്യം കൃഷ്ണസ്യ മഹാത്മന. ഹേ കൃഷ്ണ, അങ്ങേ ചീത്ത പറഞ്ഞവനു കൂടി മോക്ഷം. ഇവിടെ എന്താ ശ്രീരാമചന്ദ്രൻ ചെയ്തത്? താടക ദേഷ്യപ്പെട്ട് ചെല്ലല്ലേ, കാമരൂപിണി എന്ന താടകയെ പറയുന്നത്. പക്ഷേ ആ ആഗ്രഹത്തോടുകൂടി ഓടിച്ചെന്നപ്പോഴും അവൾക്കും മോക്ഷ കൊടുത്തത്. അഹല്യ ഭക്തിയോടുകൂടി ഇരുന്നു, അവൾക്കും മോക്ഷ കൊടുത്തത്. ഇവിടെ എന്താ കുംഭകർണൻ ഉപദേശിക്കുന്നത്? ഭക്തിയെ കുറിച്ചാ പറയുന്നത്. രാമായണം എടുത്തു വെച്ചാല് വായിച്ച് അങ്ങനെ പോകുമ്പോ ഒരിക്കലും നാവിൽ നിന്ന് ഇറങ്ങിപ്പോവാതെ നിൽക്കുന്ന ചില ശ്ലോകങ്ങളുണ്ട്. ഇവിടെ പറയാണ്, കുംഭകർണൻ ഒരുപാട് ഉപദേശിച്ചു, കേട്ടില്ല. ഉറക്കമതിയാവാതെ നീട്ടു വന്നിട്ടാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നിനക്ക് നല്ല കാലം അല്ല, ജാപത്ത് വരുന്ന സമയത്ത് നമ്മളെ ആരും ഉപദേശിച്ചാലും നമ്മൾ കേൾക്കില്ല. അത്ര ആ ഉപദേശമൊന്നും നമുക്ക് ചെവിക്കൊള്ളാൻ തോന്നില്ല. അത് നമ്മുടെ കർമ്മഫലം. ഇവിടെ പറയാണ്, ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവിടു, ഭക്തിയല്ലോ സദാ മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. ഇത്രയും ഉപദേശം ആരാ കൊടുക്കുന്നേ? രാക്ഷസ കുലത്തിൽ തന്നെ ജനിച്ച കുംഭകർണൻ രാവണനോട് പറയാ, ഭക്തി മാത്രമേ വേണ്ടൂ, സീതയെ കൊണ്ടേ കൊടുത്തോളൂ. എന്തൊക്കെ തെറ്റുണ്ടെങ്കിലും ഭക്തി ഉണ്ടോ അവനെ ഭഗവാൻ അനുഗ്രഹിക്കും. കേട്ടോ? എന്താ കേൾക്കുന്നില്ല? ആകെ എല്ലാ ലങ്കയില് ഒരാളാ തെറ്റ് ചെയ്ത്, ഒരു സ്ത്രീ ഒരു നുണ പറഞ്ഞു. വൃദ്ധയായ വിരൂപയായ ആ ശൂർപ്പണഖ. അതിന്റെ ഫലം ആരൊക്കെ അനുഭവിച്ചത്? ആ ലങ്കയിൽ എത്ര പേരുണ്ടോ എല്ലാവരെയും ചുട്ടുപൊട്ടിച്ചു. അവസാനം യുദ്ധത്തിൽ എല്ലാവരും മരിച്ചു താഴെ വീണില്ലേ? ഒരു നുണ വരുത്തുന്നത് എത്ര വലിയ പ്രശ്നങ്ങളാണെന്ന് ചിന്തിച്ചു നോക്കൂ. അത്രയും മഹത്താണ് രാമൻ എന്ന മന്ത്രം, രാമകഥ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇനി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് സീതാദേവി വിഷമിച്ചിരിക്കുക. അപ്പൊ ചോദിക്കുകയാണ്, ഇവിടെ ഗുഹൻ വന്ന് സംസാരിക്കുന്നുണ്ട് ലക്ഷ്മണനോട്. ഇപ്പൊ പറയാ, എന്താ ഇത്രയും സങ്കടം? മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. രാമായണം പറയാ, ഈ ജന്മം എടുത്തു വന്നിട്ട് നിങ്ങൾ എത്ര തവണയാ ചിരിച്ചേ? എത്ര ദിവസാ ചിരിച്ചേന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇന്നത്തെ ദിവസം മിഞ്ഞാന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചോദിച്ച ഓർമ്മയില്ല. അങ്ങനത്തെ ആൾക്കാരാ നമ്മള്. ഇന്ന് രാവിലെ മുതൽ ഇതുവരെ എത്ര തവണ ചിരിച്ചു? എത്ര ടെൻഷൻ അടിച്ചു? ഇപ്പൊ ടെൻഷന്റെ ലോകത്തല്ലേ ജീവിക്കുന്നത്. മനസ്സിലാകെ വിഷമവും പ്രശ്നങ്ങളും. ഈ രാമകഥാസാഗരത്തില് നമ്മളങ്ങനെ മുങ്ങി പോവുക. ഭാഗവതം തുടങ്ങുമ്പോൾ നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കുക? സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹ ഗൃഹീതാംഗം മാമുദ്ധര ഭവാർണവാൻ.
ചോദിച്ചാൽ ഈ അർണവം, എന്തർണവം ഇവിടെ ചാടി കിടന്നേ? ലങ്കയിൽ അപ്പുറത്തേക്ക് പോയില്ലേ ഹനുമാൻ? എന്താ പറഞ്ഞേ? കണ്ടിതു സീതയെ. പറയാനുള്ള കാര്യം ആദ്യം പറയണം. ഈ അർണവത്തിനെ കുറിച്ച് പറയുമ്പോൾ സേതു ബന്ധിക്കുമ്പോൾ രാമനാമത്തിന്റെ ഒരു മഹിമ വരുന്ന കഥയുണ്ട്. രാമസേതു കെട്ടിക്കഴിഞ്ഞാലേ അക്കരെ പോകാൻ പറ്റൂ. ഇവിടെ സഖ്യമൊക്കെ വെച്ചു. ആരൊക്കെ സഖ്യം വയ്ക്കുന്നത്? സുഗ്രീവനും ഭഗവാനും കൂടിയും അയലേക്ക് പൊട്ടിച്ചിട്ട് ഇരുത്തിയതാ, നിലത്തിരിക്കരുത് എന്ന്. അതാണ് അതിന്റെ മഹത്വം. നമ്മൾ പണ്ടൊക്കെ പലകെട്ടിട്ടല്ലേ ഇരിക്കുക, ഇപ്പൊ അതൊക്കെ പോയി. അപ്പൊ ഉയരത്തായില്ലേ. മൃഗങ്ങളാണത്ര ഇങ്ങനെ കഴിക്കുക, നമ്മൾ ഇങ്ങനെ എടുത്തിട്ടാ കഴിക്കുക. മൃഗങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ ഇങ്ങനെയല്ലേ. നമുക്ക് അസുഖങ്ങളും അധികമായില്ലേ. ഇങ്ങനെ ചമ്മണം പടിഞ്ഞിരുന്ന ആ പലകയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ചോറുണ്ണുമ്പോൾ അത് വേറൊരു സുഖം. പന്തിപ്പുല്ലായൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാതെ. ഇനി ഇവിടെ രാമസേതു കെട്ടണം. എല്ലാവരും എനിക്ക് 100 യോജന ചാടാൻ വയ്യ. ആ സമയത്ത് ഹനുമാനോട് ജാമ്പവാൻ തട്ടി ഉണർത്തിയിട്ട് പറഞ്ഞത് എന്താ? തനിക്കാവും. ആരുടെ കയ്യിലാ രാമനാമാങ്കുലിയൻ തന്നത്? ആ സമയത്താണ് ഉണർന്നത്. ഇതുപോലെ നമ്മളെ തട്ടി ഉണർത്താനാണ് ആധ്യാത്മിക പ്രഭാഷണങ്ങൾ, ഗ്രന്ഥങ്ങൾ, ആചാര്യന്മാര്. ഇപ്പൊ രാവിലെ ഇവിടെ വരുമ്പോൾ തിരുമേനിക്ക് അവിടെ പൂജയും നേദ്യവും സമയമൊന്നും ഉണ്ടാവില്ല. തീർത്ഥം പ്രസാദം തരുമ്പോഴേക്കും അവർ ഓടും അതിന്റെ പിന്നാലെ. അവർക്ക് നമുക്ക് ക്ലാസ് എടുക്കാൻ സമയമില്ല. അപ്പൊ ആര് വരണം? ആചാര്യന്മാര് നമ്മുടെ മുന്നിൽ വരണം. അതുകൊണ്ട് ആണ് എപ്പോഴും ഇപ്പൊ ഒരു മാസത്തിൽ 2 സത്സംഗം ഉണ്ടായി എന്ന് പറഞ്ഞില്ലേ, സന്തോഷായില്ലേ? ഇവിടെ ഹനുമാനെ തട്ടി ഉണർത്തി. അങ്ങനെ ഹനുമാൻ പോവുകയാണ്. പോയി അവിടെയൊക്കെ ചുട്ടു പൊട്ടിച്ച് വന്നു. കണ്ടു സീതാദേവി ദുഃഖിച്ചിരിക്കണ്ടേട്ടോ എന്ന് പറഞ്ഞപ്പോ ശ്രീരാമചന്ദ്രനെ അപ്പം അങ്ങോട്ട് എത്തണം. ഈ വലിയ അർണവമോ 100 യോജനയുണ്ടല്ലോ, 100 യോജന കടക്കണം. ഈ കുഞ്ഞിക്കുരങ്ങന്മാരെ കൂട്ടത്തിലാണ് ആകെ സഹായിക്കാൻ വരെയുള്ളൂ. എങ്ങനെയാ കൊണ്ടുപോവുക? ഭഗവാന് വേണമെങ്കിൽ അങ്ങോട്ട് എത്താം. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് രാമസേതു വിശ്വകർമാവിന്റെ മകനായ നളനും നീലനും, നളനാണ് മകൻ കേട്ടോ. നളൻ ഏറ്റവും വലിയ വിദഗ്ധനായ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ എഞ്ചിനീയറാണ്. അപ്പൊ അദ്ദേഹം തീരുമാനിച്ചു, ഞാൻ മുന്നിൽ നിന്നിട്ടൊക്കെ സഹായിക്കാം, നമുക്ക് കെട്ടാം. എല്ലാവരും കുറെ പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്നു. അണ്ണാൻ കുഞ്ഞ് എന്താ ചെയ്തേ? കടലിൽ പോയി മുങ്ങി ഇത്തിരി മണലിലുരുണ്ട്. മണൽ അത്ര പോലും നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു സഹായം. ഇപ്പൊ ക്ഷേത്രത്തിൽ വന്നു, സപ്താഹം വരുന്നുണ്ട്, അപ്പൊ മുറ്റത്തെ പുല്ലൊക്കെ ഒന്ന് പറിച്ച് വൃത്തിയാക്കണം. നമ്മളെ കൊണ്ട് കഴിയുന്ന എന്തായാലും ഒരു ക്ഷേത്രത്തിന് വേണ്ടി ചെയ്യണം എന്ന പാഠം അവിടെ പറയാ. കാരണം വീടിന് വേണ്ടി നമ്മൾ ചെയ്യുന്നതെല്ലാം എന്താ? നമ്മുടെ കടമ. നമ്മളൊരു ക്ഷേത്രത്തിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ മറ്റുള്ളവർക്ക് വേണ്ടിയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇപ്പോൾ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വർക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പോകുന്നില്ലേ. മാനവ സേവ, മാധവ സേവ, നരസേവ, നാരായണ സേവ എന്ന് നമ്മുടെ ഗ്രന്ഥത്തിൽ പറയുന്നത്. അതുകൊണ്ടാ ഇവിടെ അക്കരെ പോണം. ഓരോരുത്തരും ഓരോന്ന് കൊണ്ടുവന്നു. കുറഞ്ഞന്മാർ നല്ല ശക്തിമാന്മാരൊക്കെ ഉണ്ട്, വലിയ വടവൃക്ഷങ്ങളൊക്കെ കൊണ്ടുവന്നു. എന്തൊക്കെ കടലിലിട്ടാലും താണ് അങ്ങനെ പോവുക. കടൽ അത്രയും താഴ്ചയുള്ള ഒരു വസ്തുവാണല്ലോ. ഇങ്ങനെ സങ്കടമായി. ഇനിയിപ്പോ എന്താ ചെയ്യാ? അവര് നിന്ന് ചിന്തിക്കുക. അപ്പൊ നളനോട് ചോദിച്ചു നീലൻ, ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പോഴാണ് അവർ ചിന്തിക്കുന്നത്, ഹനുമാൻ അക്കരയ്ക്ക് എങ്ങനെയാ പോയേ? ഹനുമാൻ ഇവിടെ നിന്ന് അക്കരയ്ക്ക് ചാടുമ്പോ ഇങ്ങനെ നിന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഊർധ്വനയനായി സുന്ദരകാന്ഡം. ആ സമയത്ത് രാമ എന്നൊരു മന്ത്രം മാത്രമാണ് ഹനുമാന്റെ നാവിലും മനസ്സിലും ഉണ്ടായിരുന്നേ. നമുക്ക് എല്ലാ കല്ലിലും രാമനാമം എഴുതാം. അപ്പൊ ഇനി എന്താ സംഭവിക്കുക നോക്കാലോ. നന്നായി പ്രാർത്ഥിച്ച് സങ്കല്പം വെച്ച് നമ്മൾ എന്തെല്ലാം ചെയ്യുന്നുവോ അതെല്ലാം സത്യമായി മാറുന്നു. ഭഗവാന് ഭക്തനെ കൈയൊഴിയാൻ വയ്യ. നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശമില്ല. ഭക്തിയോടുകൂടി നളനും നീലനും കൂടി അവിടെ കൊണ്ടുവന്ന് അന്ന് ഇറക്കിയ എല്ലാ പാറക്കഷ്ണങ്ങളുടെ മുകളിലും രാമ 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 നാമങ്ങൾ എഴുതി വെച്ചു. എല്ലാവരോടും പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ഇടാൻ പറഞ്ഞു. ചിറ കെട്ടാൻ തുടങ്ങി. അടുക്കി ഇങ്ങനെ വെക്കുകയാണ്. ഇദ്ദേഹം വലിയ എഞ്ചിനീയർ അല്ലേ. ഈ മരങ്ങളൊക്കെ അടുക്കി വെച്ചു. മരത്തിന്റെ മുകളിലും രാമനാമം അങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. വെള്ളത്തിൽ താന്നു പോകുന്നില്ല. കല്ലുകളൊക്കെ വെച്ച് കെട്ടി അങ്ങനെ കുറച്ച് ദൂരം പടുത്തു. രാത്രി എല്ലാവരും പറഞ്ഞു വിട്ടു, കിടന്നുറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ശ്രീരാമചന്ദ്രൻ വന്ന് നോക്കി, ഇത്ര ദിവസം സാധിക്കാത്തത് സാധിച്ചുല്ലോ. സന്തോഷമായി ശ്രീരാമചന്ദ്രന്. അങ്ങനെ നോക്കി അതിന് 4 പുറമൊക്കെ നടന്നു. അപ്പൊ അപ്പുറം നോക്കിയപ്പോ പണി കഴിയാത്ത കുറെ കല്ലുകള് വെള്ളത്തിൽ അങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ഭഗവാൻ അത് നോക്കി. പക്ഷെ സംശയം, ഞാൻ ഇതിപ്പോ എങ്ങനെയെന്ന് അറിയാതെ ഇത് പരീക്ഷണം നടത്തിയ ശരിക്കും രാജാവ് യുവരാജാവല്ലേ, അതുകൊണ്ട് എല്ലാവരും പോയതിന് ശേഷം ആവാം. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുകയും ഭഗവാന്റെ അടുത്തൊന്നും മാറില്ല അത്രേ. ഹനുമാനെ താനും പോയി ഉറങ്ങിക്കോളൂ എന്നൊക്കെ പറഞ്ഞു. 3-4 തവണ പറഞ്ഞപ്പോൾ പോയി ഇത്രേ. പക്ഷെ അവിടെ മാറി നിന്നു ഹനുമാൻ. കുരങ്ങിന്റെ സ്വഭാവമാണല്ലോ. അപ്പോ ശ്രീരാമചന്ദ്രസ്വാമി ഈ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന കല്ലിനെ ഒന്നിങ്ങനെ തട്ടി നോക്കിയത്രേ. അപ്പൊ അത് നല്ല കനുണ്ട്. കനലിയാഞ്ഞിട്ടൊന്നുമല്ല, അതിന്റെ മുകളിൽ രാമ എന്ന് എഴുതിയിട്ടുണ്ട്.
അപ്പുറത്ത് പോയിട്ട് വേറൊരു കല്ല് ഭഗവാൻ കൈകൊണ്ട് ഇങ്ങോട്ട് പിഴുതെടുത്ത് കൊണ്ടുവന്നിട്ട് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ടു. ഇത് പൊങ്ങി നിൽക്കുമോ, ഇവിടത്തെ കല്ലൊക്കെ എങ്ങനെയാണോ എന്ന് അത്രയും ഭഗവാൻ നോക്കുന്നേ. ഇപ്പോഴും അത് താഴത്തേക്കാണ് പോയി. അപ്പോൾ ഇത്രയും അപ്പുറത്ത് നിന്നിട്ട് ഒരാൾ ചിരിക്കണു. ആരാ? ഹനുമാൻ സ്വാമി. അപ്പൊ നോക്കിയപ്പോ ഹനുമാൻ സ്വാമി വേഗം ഓടി വന്നു. സ്വാമി അങ്ങ് എന്താ കാണിച്ചുകൊണ്ടിരിക്കണേ? അപ്പൊ പറയാണ്, ഈ കല്ലൊക്കെ പൊങ്ങി നിൽക്കുന്നുണ്ടല്ലോ, ഇതിൽ നിങ്ങൾ എൻ്റെ നാമം എഴുതിയിട്ടുണ്ട്. അപ്പൊ മറ്റു കല്ലുകളൊക്കെ പൊങ്ങുമെന്ന് അറിയാൻ ഞാനൊരു പരീക്ഷണം നടത്തിയതാ, ചെറിയൊരു ലഭ്യതയോട് പറയാത്ത. അപ്പൊ സമയത്തെ ഹനുമാൻ ചിരിച്ചുകൊണ്ട് പറയുന്ന ഉത്തരം അത് നമുക്കുള്ള തത്വ. ഹനുമാൻ സ്വാമി പറയാണ്, ഹേ ശ്രീരാമചന്ദ്ര, അങ്ങയുടെ നാമങ്ങൾക്ക് അങ്ങയുടെ കൈകളേക്കാൾ ശക്തിയുണ്ട്. അത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കല്ലിലെല്ലാം രാമ രാമ എന്ന് എഴുതി വെച്ചത്. ഈ കഥയിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മളെല്ലാം ദുഃഖസാഗര. നമ്മൾ ഏത് കടലിലാ? നമുക്ക് ഒരുപാട് ദുഃഖങ്ങളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, അസുഖങ്ങളുണ്ട്. വീട്ടിലാണെങ്കിൽ ആകെ കൂടെ ടെൻഷനും പ്രാരാബ്ദവും ഇല്ലേ, എന്തെല്ലാം പ്രശ്നങ്ങളാണെന്ന് ചോദിച്ചാൽ മതി, കെട്ടഴിക്കാൻ തുടങ്ങും. ഇതെല്ലാം കാരണം നമ്മൾ സംസാര സാഗരത്തിൽ അങ്ങനെ മുങ്ങിക്കൊണ്ടിരിക്കുക. ആ മുങ്ങലിൽ നിന്ന് രാമനാമം മാത്രം മതി കരയേറാൻ. പണ്ട് മുത്തശ്ശി എന്താ പറയാ, സന്ധ്യയാ ഈ നേരായ കളിയൊക്കെ കഴിഞ്ഞ് മേലും കഴുകി ഓടി വരും പുഴയിലെ, പുഴയുടെ അടുത്തെൻ്റെ വീട്. അപ്പോഴേക്കും അമ്മമ്മ പറയും, പോയിരുന്ന് രാമനാമം ചൊല്ല്. എത്ര എത്ര നാമങ്ങളുണ്ട്, സഹസ്രനാമമുണ്ട് ഭഗവാനല്ലേ. രാമോ സഹസ്രനാമത്തിലൂടെ അങ്ങനെ പോകുമ്പോ രാമനാമങ്ങൾ നമുക്ക് കാണാം. ഈ രാമനാമം മാത്രം ചൊല്ലാൻ എന്താ പറഞ്ഞത്? വേറെ നാമൊന്നും ഇല്ലാഞ്ഞിട്ടാണോ? നാരായണ നാരായണ ചൊല്ലാം. സത്താകാരി വന്നാൽ എന്താ പറയാ? ഹരേ നാരായണ. ഇടയ്ക്കിടയ്ക്ക് കേൾക്കാം. ഇത് രാമനാമം അത്ര കേൾക്കാറില്ല. ആ രാമന്റെ അവതാരം വരുമ്പോൾ മാത്രമാണ് രാമചന്ദ്രസ്വാമിയും അനുജവും ഒക്കെ നമ്മൾ കേൾക്കുക. എന്തുകൊണ്ട് മുത്തശ്ശി രാമനാമം ചൊല്ലാൻ പറഞ്ഞു? നമ്മളുടെ എല്ലാ സംസാര ദുഃഖങ്ങളും തീർക്കാൻ, ആ സാഗരം മറികടക്കാൻ എന്തിന് കഴിവുണ്ട്? രാമനാമത്തിന് കഴിവുണ്ട് എന്ന തത്വം ഈ കഥയിലൂടെ നമ്മളെ കാണിക്കുക. അപ്പൊ ഈ കഥ രാമായണത്തിലുണ്ടോ എന്ന് ചോദിച്ചാൽ വാൽമീകി രാമായണത്തിൽ നമ്മൾ കാണില്ല. പക്ഷെ നമ്മുടെ അധ്യാത്മ രാമായണത്തിലും കാണില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു വടവൃക്ഷമായ വാൽമീകി രാമായണം അവിടെ എഴുതി വെച്ചപ്പോ അതിലെ അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് മഹർഷീശ്വരന്മാർ, ഇപ്പോഴത്തെ കാലത്ത് വന്ന പണ്ഡിതന്മാർ എന്ത് ചെയ്തു? കമ്പരാമായണം, തുളസി രാമായണം, തുളസീദാസ് രചിച്ചു. അങ്ങനെയുള്ള രാമായണങ്ങൾ, ആനന്ദരാമായണം ഒക്കെ എടുത്തു നോക്കുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും? ഈ കഥകളൊക്കെ അതിലൂടെ പോയതാണ്. ഏതായാലും അഹല്യയുടെ കഥയും ഈ കഥയും കൂടി നമുക്ക് ബന്ധിപ്പിച്ച് ചിന്തിക്കാം. കല്ലായ അഹല്യയെ രാമനാമം, ആ രാമന്റെ ഇത്തിരി നേരത്തെ ഒരു സാമീപ്യം, ഒരു സ്പർശനം എന്താക്കി മാറ്റി? വീണ്ടും സ്ത്രീയാക്കി മാറ്റി. എന്തായി? കല്ലായ മനസ്സിനെ രാമനാമത്തിലൂടെ നമുക്ക് ശുദ്ധീകരിക്കാം, അല്ലെങ്കിൽ പവിത്രമാക്കാം എന്ന് രാമനാമം കാണിക്കാം. ഇങ്ങനെ രാമനാമ മഹിമ എത്രത്തോളം ഉണ്ട് എന്നറിയാനുള്ള ഒരുപാട് കഥകൾ അങ്ങനെ അടുക്കി വെച്ചിരിക്കുകയാണ് നമ്മളുടെ അധ്യാത്മരാമായണത്തിലും മറ്റ് രാമായണങ്ങളിലും. ഇനി രണ്ട് പക്ഷികളെ നമുക്ക് കാണാം. ജടായു, സംവാദി. എന്താ പറയുന്നതെന്നറിയോ? അങ്ങയുടെ അച്ഛന് ഞാൻ വളരെ, ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എന്താ, പെറ്റായിരുന്നു എന്ന് വേണം പറയാം. ജടായു പറയാണ്, വയസ്സനായ അങ്ങയുടെ അച്ഛനില്ലേ, കുറേ വയസ്സായിട്ടാണ് ഈ കുട്ടികൾ ഉണ്ടായത്, ആരോഗ്യം ഇല്ലാതെ ഇത്ര ദശരഥന് അസുഖം വന്നപ്പോഴാണ് എന്ത് തീരുമാനിച്ച്? രാമനെ അഭിഷേകം ചെയ്യാന്നല്ലാതെ വെറുതെ ഒരു ദിവസം തീരുമാനിച്ചതല്ല. ആ അച്ഛൻ വളർത്തിയിരുന്ന ഏറ്റവും ഓമനയായ പക്ഷിയാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. ആ ജടായുവിന് മോക്ഷം കൊടുത്തു, സമ്പാദിക്ക് മോക്ഷം കൊടുത്തു. കുട്ടിയുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. എത്ര വിഷമിച്ചിട്ടാണ് ഒരു കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ കിടന്ന് ഞെങ്ങി പുറത്തു വരുന്നത്. 9ാം മാസത്തില് അതിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുത്രേ കുഞ്ഞ്. വിഷ്ണു സ്മരണവും ചെയ്തുകൊണ്ടീല ഞാൻ, കൃഷ്ണ കൃഷ്ണേതി ജപിച്ചേലൊരിക്കലും. കാരണം ഈ മായയിൽ അങ്ങോട്ട് വന്ന് പിറന്നു. എത്രയോ ജന്മങ്ങൾ കിട്ടി ഭഗവാനെ, പക്ഷെ ഇതുവരെ ഭഗവാനെ കൃഷ്ണ എന്നൊന്ന് വിളിച്ചില്ല, അങ്ങയുടെ നാമം ഞാൻ ചൊല്ലിയില്ല. ഇനി ഈ ജന്മത്തിൽ ഞാൻ മായയിൽ മുങ്ങാതെ എന്ത് ചെയ്തോളാം? ഭഗവത് സ്മരണയോടുകൂടി ജീവിച്ചോളാം എന്നൊരു പ്രതിജ്ഞ ഇങ്ങോട്ട് എടുക്കൂത്രേ ഈ ഭൂമിയിലേക്ക് വരുന്നതിന് മുമ്പേ. അങ്ങനെ 9ാം മാസം 9 ദിവസം ഇത്ര മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് ഇങ്ങോട്ട് വന്ന്
ഈ മായയിൽ അങ്ങോട്ട് വന്ന് വീണാ പിന്നെയോ എന്തെങ്കിലും വിചാരമുണ്ടോ? മായ കൊണ്ടല്ലോ വിശ്വമുണ്ടെന്ന് തോന്നിക്കുന്നു, രാമായണം പറയുന്നതാ. അതായത് ഈ മായ കാരണം നമുക്ക് തോന്നുകയാണ് ഇത് എൻ്റെ അച്ഛനാണ്, അമ്മയാണ്, ചേച്ചിയാണ്, വീടാണ്, ഇത് വിട്ട് എനിക്ക് പോകാൻ വയ്യ വയ്യ വയ്യ. വാനപ്രസ്ഥം ഞാൻ പറഞ്ഞില്ലേ പുറത്തേക്ക് പോകണ്ടാണ്. പക്ഷേ സന്യാസം, അവസാനത്തെ ആശ്രമം എത്തുമ്പോൾ സന്യസിക്കുക എന്ന് പറയുന്നത്, അന്യസിക്കുക പറഞ്ഞാൽ ത്യജിക്കുക. സന്യാസം എന്ന് പറഞ്ഞാല് എല്ലാം ഉപേക്ഷിക്കുന്ന ആ ഒരവസ്ഥ. ഒരു 65 വയസ്സായ മുത്തശ്ശി ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ, ചെറുപ്പത്തിൽ വലിയ ആഗ്രഹമായിരുന്നു അമ്മയ്ക്ക് ഒരു സ്വർണത്തിന്റെ വള ഇടാന്, അന്ന് സാധിച്ചില്ല. കൊണ്ടുകൊടുക്കട്ടെ വെച്ചിട്ട് പേരക്കുട്ടി കൊണ്ടുവന്നപ്പോ മുത്തശ്ശി എന്താ പറഞ്ഞേ, ഇനിയിപ്പൊ എനിക്കിതൊക്കെ എന്തിനാ കുട്ടിയെ, അത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോ പ്രായം കഴിയുമ്പോൾ നമ്മൾ ത്യജിക്കേണ്ടത് ത്യജിക്കണം എന്ന് പറയാണ് രാമായണം. ഇവിടെ ആര് ത്യജിച്ചില്ല? വൃദ്ധയായിട്ടും സുന്ദരനായ രാമനെ കണ്ടപ്പോൾ എനിക്ക് വേണം എന്ന് ശൂർപ്പണഖ ആഗ്രഹിച്ചു. അപ്പോൾ ആഗ്രഹങ്ങളുടെ പുറകെ, ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകരുത് എന്ന് രാമായണം പറയാ. ഒരു വലിയ കാടിനെ കുറിച്ച് പറയുന്നില്ലേ, ആരണ്യകാന്ഡം എന്നാണ് പറയുന്നത്. ആരണ്യകാന്ഡം ആരുടെ കഥയാ പറയണേ? നമ്മുടെ കഥ തന്നെ. നമ്മൾ വലിയൊരു കാട്ടിൻ്റെ ഉള്ളിലാ. എന്താ, മഹാദേവനെ കുറിച്ച് വൈക്കത്തപ്പനെ കുറിച്ച് സ്തുതിക്കില്ലേ? വലിയൊരു കാട്ടിലകപ്പെട്ടേ ഞാനും വഴിയും കാണാതെ ഉഴലുമ്പോൾ, വഴിയിൽ നേർവഴി അരുളേണം നാഥ, തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ. ഹര ഹര മഹാദേവ, പാർവതീപതയേ നമ. സന്ധ്യ സമയത്ത് മുത്തശ്ശി ഇങ്ങനെ ചൊല്ലിത്തരും അല്ലെ, കുട്ടികളിരുന്ന ഒരാളങ്ങനെ ചൊല്ലിക്കൊടുക്കും, മറ്റു കുട്ടികൾ അത് ഏറ്റു ചൊല്ലും. അങ്ങനെ ഒരു സംസ്കാരം, അങ്ങനെ ഒരു കാഴ്ച ഇപ്പം നമ്മുടെ വീടുകളിൽ കാണുന്നില്ല. സന്ധ്യയുടെ പ്രത്യേകത എന്താ? സന്ധിക്കുന്നതാ. പ്രത്യേകിച്ച് മഹാദേവന്റെ സായം സന്ധികളുടെ പ്രദോഷം. നിങ്ങളിവിടെ പ്രദോഷം നോൽക്കാറുണ്ടോ? പ്രദോഷത്തിന്റെ മഹാത്മ്യം എന്താ? പ്രദോഷം എല്ലാ ദോഷങ്ങളും ഇല്ലാതേക്കും. സന്ധ്യാസമയത്ത് പ്രദോഷമൊക്കെ നോറ്റ് നിങ്ങൾ ഇവിടെ വന്ന് തൊഴുന്ന സമയത്ത് മഹാദേവൻ ആ ശ്രീലകത്തുനിന്ന് ശ്രീ പാർവതീ ദേവിയോട് കൂടിയിട്ട് ഇങ്ങനെ ഇറങ്ങി വരും തിരുമുറ്റത്തേക്ക്. ഇവിടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് പ്രദക്ഷിണ വഴിയുണ്ട്. ആ തിരുമുറ്റത്ത് ശ്രീ മഹാദേവൻ പാർവതീ ദേവിയോടുകൂടി അങ്ങനെ നൃത്തമാടുമ്പോ ആര് സന്തോഷിക്കും? എല്ലാ ദേവന്മാരും സന്തോഷിക്കും. സകല ദേവി ദേവന്മാരും താഴെ ഭൂമിയിൽ ഇറങ്ങി വരും നടരാജന്റെ നൃത്തം കാണാന്. ആ സമയത്ത് നമ്മൾ ഇവിടെ വന്ന് തൊഴുതു പ്രാർത്ഥിച്ചാല് മഹാദേവനും ശ്രീപാർവതിയും അനുഗ്രഹിക്കുന്നതിന്റെ കൂട്ടത്തില് സകല ദേവീ ദേവന്മാരുടെയും അനുഗ്രഹം നമുക്ക് കിട്ടും. അതാണ് പ്രദോഷത്തിന്റെ മഹത്വം. ദേവിക്ക് പൗർണമി, മഹാദേവന് പ്രദോഷം, വിഷ്ണുവിന് ഏകാദശി. എല്ലാം ഇങ്ങനെ ഓരോ ചിട്ടകൾ പറഞ്ഞ വ്രതങ്ങളാ. കാരണം രാമനാമത്തിലൂടെ നമ്മൾ ആശ്വാസം കണ്ടെത്തുന്നു. ആശ്വാസം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? 2 ശ്വാസം എന്നാ പറഞ്ഞത്. വിശ്വാസം വേണം. ആദ്യം നമ്മൾ വിശ്വസിക്കുക, പ്രദോഷം നോറ്റാൽ ഇന്ന ഗുണങ്ങളുണ്ട്. അപ്പൊ അത് വിശ്വാസത്തോടു കൂടി ഇവിടെ നോറ്റ് വന്ന് ഒരു പ്രത്യേക ഒരു സുഖ. സന്ധ്യയാകുമ്പോൾ ക്ഷേത്രാന്തരീക്ഷത്തില് പ്രത്യേകിച്ച് ആ തിരുമുറ്റത്ത് വന്ന് നിൽക്കുമ്പോൾ, ആ ശ്രീലകത്ത് പോയി തൊഴുത് ആ വിളക്കൊക്കെ കണ്ട് തൊഴുത് പുറത്തിറങ്ങുമ്പോൾ അപ്പൊ നമ്മുടെ മനസ്സിനെന്താ ഒരാശ്വാസം കിട്ടും. ഒരുപാട് ദുരിതക്കയത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ? അവിടെ വേദന ഇവിടെ വേദന. ഇപ്പൊ നമ്മളിവിടെ അങ്ങനെ ഇരുന്നു അല്ലേ, 5:30 ഇരുന്നു, 6:30 മണിയായില്ലേ, എന്തെങ്കിലും വേദന നിങ്ങൾ അറിഞ്ഞോ? അതാണ് സത്സംഗത്തിന്റെ മഹത്വം. സത്സംഗത്വേ നിസ്സംഗത്വം. ഈ സന്യാസം എല്ലാം ത്യജിക്കണം എന്ന് പറഞ്ഞില്ലേ? ആ ത്യജിക്കുന്ന ഒരു ഭാവത്തിലേക്ക് നിങ്ങളുടെ ആത്മാവിനെ ഉയർത്താൻ നിങ്ങൾക്ക് കഴിയും. എന്താ ഗീതയിൽ പറയുന്നത്? ഉദ്ധരേതാത്മനാത്മാനം ആത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവാരിപുരാത്മനാ. ആരാ നമ്മുടെ ബന്ധു? ആരാ നമ്മുടെ ശത്രു? വിസ്തരിച്ച് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ ഉദ്ധരിക്കാൻ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ആരാ നിങ്ങളുടെ ശത്രു? നിങ്ങൾ തന്നെ. നമ്മളെന്താ പറയാ? ശകുനം. രാവിലെ തന്നെ ഇനിയിപ്പോൾ അപ്പുറത്തെ ശങ്കരനെ കാണും, അപ്പുറത്തെ മീനാക്ഷിയെ കാണും, ഇങ്ങനെയൊക്കെ വിഷമിക്കും പലരും പറയാറുണ്ട് ശകുനം ശരിയായില്ല ടീച്ചറെ. പക്ഷെ എന്താ പറയുന്നത്? ഗ്രന്ഥങ്ങളിൽ നമ്മളോട് ആചാര്യസ്വാമിയുടെ 10 കൽപ്പനകളിലേ പറയുന്നുണ്ട്, രാവിലെ നീ എഴുന്നേറ്റാൽ നിവർന്നിരുന്ന് നിന്റെ ഇഷ്ടദേവതയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. അപ്പൊ എന്താ നമ്മൾ ചെയ്യുക? കെട്ടി പടഞ്ഞ് എഴുന്നേറ്റ് ഒറ്റ ഓട്ടാണ് അടുക്കളേക്ക് ഇതേ കിടക്കണോടെ താഴെ വീണൂല്ലേ, ടൈൽസ്
നമ്മൾ ഈ നിവർന്ന് കിടക്കുമ്പോൾ നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ എങ്ങനെയാ? ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും സയൻസാണ്. അതറിയാതെ എന്തിനു വേണ്ടി നിവർന്നിരിക്കാൻ പറഞ്ഞേ? വെറുതെ അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ മാത്രമല്ല, ആ സമയത്ത് ഇങ്ങനെ നടന്നിരുന്ന് ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ഇങ്ങനെ ആയി മാറും. ചുമണം പടിഞ്ഞ് അങ്ങനെ ഇരുന്ന് ആ ഇഷ്ടദേവതയോട് ഇത്തിരി അങ്ങനെ പ്രാർത്ഥിക്കുക. നമുക്ക് എല്ലാവർക്കും സ്വന്തമായിട്ടൊരു ഉപാസനമൂർത്തി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ തീരുമാനിച്ചോളൂ, ഏത് നാമാണോ നാവിൽ വരുന്നേ. അമ്മേ നാരായണ എന്ന് ചൊല്ലുന്നവരുണ്ട്, ഗണപതിയെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, വിഷ്ണുവിനെ, കൃഷ്ണനെ, മഹാദേവനെ, ശ്രീ പാർവതിയെ പ്രാർത്ഥിക്കുന്നവർ. ഇതൊക്കെ ഉപാസനാമൂർത്തികളാ. വിളക്ക് പൂജ ചെയ്യുമ്പോൾ എന്താ പറയാ? നിങ്ങളുടെ ഉപാസനാമൂർത്തിയെ മനസ്സിലാ വിളക്കിൽ അങ്ങനെ കണ്ടോളൂ കേട്ടോ എന്ന് പറയും. അതുപോലെ ആ ഉപാസനാമൂർത്തിയോട് ഒരു നിമിഷം അങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. പിന്നെയാണ് കയ്യിലേക്ക് നോക്കുമ്പോൾ കയ്യ്, നെയ്യ്, വെണ്ണ, പശു, ഇതൊക്കെയാണ് അത്രയും നമ്മൾ ശകുനം കാണുന്നുണ്ട്. കരാഗ്രേ വസതേ ലക്ഷ്മി, കരമധ്യേ സരസ്വതേ, കരമൂലേതു ഗോവിന്ദ പ്രഭാതേ കരദർശനം. ഇങ്ങനെയാ ചെയ്യേണ്ടത്. നമ്മളല്ലാതെ ആരും പഠിക്കണ്ട. ആരും അത്ര തികഞ്ഞവരൊന്നും അല്ല നമ്മളും. നമുക്കെല്ലാം അറിയോ? ഒന്നും അറിയില്ല. ഭഗവാന്റെ കാരുണ്യം കൊണ്ട് എന്തൊക്കെയോ കുറച്ച് അറിവുകൾ അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടി. സാധാരണ ജീവിതമല്ല നല്ലത്. ഒരു ഞായറാഴ്ച ഉണ്ട്, സത്സംഗം ഉണ്ടോ, ഒന്ന് അമ്പലത്തിൽ പോയിരിക്കട്ടെ. ഇത്തിരി സുഹൃതം ഭഗവാന്റെ ആ മഹാദേവന്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഇവിടെ വന്നിരിക്കാൻ കഴിഞ്ഞവരാ നമ്മള്. അല്ലാതെ ഒന്നും അല്ല. എന്താ പറയുന്ന വേദങ്ങളില്? എൻ്റെ ഭക്തൻ പുല്ലിലും എളിയവനായിരിക്കണം എന്നാ. പുല്ല് എന്ന് പറഞ്ഞാൽ നമുക്കല്ലേ അവനൊക്കെ എനിക്ക് പുല്ലാന്ന് പറയും കുട്ടികൾ. ആ പുല്ലിലും എളിയവൻ എന്ന് പറയുമ്പോൾ വിരാധന് ഒരു പ്രാർത്ഥനയുണ്ട് രാമായണത്തില്. വിരാധവധം ആണല്ലോ ആദ്യം കൊല്ലുന്ന രാക്ഷസൻ. രാക്ഷസ സ്ത്രീയാണ് താടക. ശരിക്കും ലേഡീസ് ഫസ്റ്റ് എന്നും പറഞ്ഞിട്ട് ആദ്യം ആരെ കൊല്ലുന്നത്? താടക. ശരിക്കും കൊല്ലണത് ബ്രഹ്മഹത്യ പാപം, പ്രത്യേകിച്ച് സ്ത്രീയെ. പക്ഷെ വിശ്വാമിത്ര മഹർഷി എന്താ പറഞ്ഞത്? ധൈര്യമായിട്ട് കൊന്നോളൂ. കാരണം രാക്ഷസന്മാരെ വധിച്ച് ഭൂമിയുടെ ഭാരം തീർക്കണം. അതിന് തന്നെ ഭൂമിദേവി പോയി അതല്ലേ പറയുന്നത് രാമായണത്തില്, എനിക്ക് ഇത് ഭാരമൊന്നും താങ്ങാൻ വയ്യ കേട്ടോ ബ്രഹ്മദേവ. അപ്പൊ ബ്രഹ്മദേവൻ പറയാം, ഇത് ഇന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടില്ല, വരൂ നമുക്ക് നാരായണനോട് പറയാം. അങ്ങനെയല്ലേ കഥ തുടങ്ങുന്നേ. ഇവിടെ വിരാടനെ വധിക്കുന്ന സമയത്ത് വിരാടൻ ആ രാക്ഷസ രൂപമൊക്കെ വിട്ടിട്ട് ഒരു ഗന്ധർവനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് വിരാടനൊരു സ്തുതിയുണ്ട്. അവിടെ എന്താ പറയുന്നത്? ആ പ്രാർത്ഥനയാണത്. എങ്ങനെയായിരിക്കണം ഒരു ഭക്തൻ എന്ന് നമ്മളെ കാണിക്കുകയാണ്. എത്രത്തോളം എളിയവനായിരിക്കണം ഒരു ഭക്തൻ. പറയാണ്, വാണികൾ കൊണ്ടു രാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ടു ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ടു രാമകഥകൾ കേൾക്കാകേണം, നേത്രങ്ങൾ കൊണ്ടു രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗേന നമസ്കരിക്കായി വന്നിടണം, ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. നമസ്തേ രാമ രാമ പുരുഷാധ്യക്ഷ വിഷ്ണു, നമസ്തേ രാമ രാമ. അങ്ങനെ പോണ്ട സ്തുതി. അവിടെ എന്താ ചോദിക്കുന്നത് നോക്കൂ? ഉത്തമ ഭക്തന്മാർക്കു ഭൃത്യനായി വരേണം ഞാൻ. ഇവിടെ ഭൃത്യഭാവത്തില് രാമായണത്തിൽ നമ്മൾ എപ്പോഴും കാണുന്നത് ആരെയാ? മനോജവം മാരുത തുല്യവേഗം, ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം, വാദാത്മജം വാനരയൂഥമുഖ്യം, ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ഏത് സമയത്തും ശ്രീരാമനാമം മാത്രം മനസ്സിലിട്ടുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അങ്ങനെ ഭൃത്യനായിട്ട്, ഈ ശ്രീരാമചന്ദ്ര ഞാൻ വേറൊരു കൊരങ്ങനാ, എങ്കിലും ഞാൻ അങ്ങയുടെ ഭക്തി മാത്രമേ ആവശ്യപ്പെടുന്നുള്ളൂ എന്ന് പറഞ്ഞ് ദാസഭാവത്തിൽ അങ്ങനെ ഇരിക്കുക. രാമായണം പൂർണ്ണമായിട്ട് എല്ലാ ബന്ധങ്ങളും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമ്മളുടെ വീട്ടിലെ അച്ഛനും അമ്മയും എങ്ങനെ നമ്മൾ ജീവിക്കണം എന്ന രാമകഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അച്ഛനും അമ്മയും എങ്ങനെ ആയിരിക്കണം? ദശരഥനും കൗസല്യയും എങ്ങനെ ജീവിച്ചു? അവിടെ കൈകേയിയെ പറയുന്നില്ല. കൈകേയി എന്താ പറഞ്ഞേ? ഇപ്പൻ്റെ മോനെ രാജാവാക്കണം എന്നില്ലേ? പക്ഷേ നമ്മുടെ രാജ്യത്ത് ഒരു മിനിസ്റ്ററെ, മന്ത്രി വരണാണല്ലോ, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററെ, ചീഫ് മിനിസ്റ്ററെ മാറ്റണമെങ്കിൽ ഒരുപാട് പ്രോസസ്സില്ലേ? ഇതേപോലെയുള്ള എല്ലാ പ്രോസസ്സും കഴിഞ്ഞിട്ടാണ് രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചത്. അല്ലാതെ ഒരു നിമിഷം കൊണ്ട് എന്തല്ല രാമനെ രാജാവാക്കാൻ തീരുമാനിച്ചതല്ല. ഒന്നാമത് രാജ്യം ഭരിക്കുന്ന രാജാവിന് വയ്യായ വന്നാൽ മാത്രമേ ആ സ്ഥാനം മാറൂ. പ്രജകളോട് ചോദിക്കുമ്പോൾ എല്ലാവരും ശ്രീരാമന്റെ പേരാ പറഞ്ഞത്.
എന്തുകൊണ്ടാ നിങ്ങൾ എന്നേക്കാൾ ഒരു മുതിർന്ന രാജാവാകും രാമൻ എന്ന് ചിന്തിക്കുന്നതെന്ന് വരെ ചോദിക്കുന്നുണ്ട് ദശരഥൻ. എന്നിട്ട് ആ കാര്യം കുലഗുരുവായ വസിഷ്ഠനോട് പറഞ്ഞ് വസിഷ്ഠൻ അദ്ദേഹത്തിന്റെ താഴെയുള്ള 7 കുലഗുരുമാരോട് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ആചാര്യന്മാർ രാജസദസ്സിൽ ഉണ്ടായിരിക്കും. ഈ ആചാര്യന്മാരെല്ലാവരും അത് എഴുതി ഒപ്പിട്ട് കൊടുത്തു, രാമൻ എന്നെ മതിയെന്ന്. അത് കഴിഞ്ഞ് അവരുടെ മന്ത്രി ആരാ? സുമന്ത്രർ നല്ലത് മന്ത്രിക്കുന്നവനാ. മന്ത്രി നല്ലതാണ് അത്രേ പറഞ്ഞു കൊടുക്കണ്ടേ, ഉപദേശം കൊടുക്കണ്ടേ. ഈ മന്ത്രി നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് എന്ത് ചെയ്യും, അതിൽ താഴെയുള്ള 8 മന്ത്രിമാരോട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്തിട്ട് പിന്നെ രാജസദസ്സിലുള്ളവരോട് എല്ലാവരോടും സമ്മതം വാങ്ങിയിട്ടൊക്കെയാണ് രാമനെ രാജാവാക്കാന്ന് പറയുന്നത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ അങ്ങോട്ട് തീരുമാനിക്കുന്നതല്ല അഭിഷേകം. ഇതിപ്പോ ഒരു ഭാര്യ പറയാണ്, എൻ്റെ ഭാര്യ കൈകേയി പറഞ്ഞു രാമനെ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതിനവിടെ നിയമമില്ല, ഒരിക്കലും ഇല്ല. അത് രാജ്യദ്രോഹ കുറ്റ, അവരേനെ പിടിച്ച് തുറങ്കലിൽ അടക്കണം എന്നാ നിയമം. ഇത്രയും പേര് പാസ്സാക്കിയ പേരിന് ഒരു ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരിക്കലും രാജാവിനത് പറയാൻ കഴിയില്ല. അതുകൊണ്ടാണ് ദശരഥൻ തളർന്നു വീണത്. രാമനെ കണ്ടപ്പോ ആശ്ലേഷിക്കാൻ തുടങ്ങിയതും അവിടെ തളർന്ന് താഴെ വീണു. ദശരഥനേക്കാൾ ഉന്നതനായിരുന്നു ശ്രീരാമചന്ദ്രൻ. എന്തുകൊണ്ടാ? വിശ്വാമിത്രന്റെ ക്ലാസ് കുട്ടികളെ കൊണ്ടുപോകുന്നില്ലേ കാട്ടിലേക്ക്? വിശ്വാമിത്ര മഹർഷി സത്സംഗം കൊടുത്തു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു, പുരാണങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ രസം കാണാൻ നമുക്ക് കഴിയണം. വെറുതെ കാലം കളയരുത് എന്ന് കുട്ടികളെ പഠിപ്പിച്ചു. നമ്മൾ എന്താ ചെയ്യുക? ഉച്ചയ്ക്ക് ഇത്തിരി ഫ്രീ ആയി ഇരിക്കട്ടെ അല്ലേ, അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വന്നാൽ സംസാരിക്കും. പക്ഷെ എന്താ നമ്മൾ സംസാരിക്കുക? ഇങ്ങനെ ചൂണ്ടുമ്പോൾ 3 ആൾ ഇങ്ങോട്ട് ചൂണ്ടും, ഒരാൾ ഇവിടെ സർവ്വസാക്ഷിയായിട്ട് നോക്കി നിൽക്കും. അത് നമ്മൾ ചിന്തിക്കില്ല. മറ്റുള്ളവരുടെ കുറ്റം പറയുമ്പോൾ അവരെ പാപം കൂടി നമ്മൾ ഇങ്ങോട്ട് എടുക്കുകയാണ് അത്ര. ഇങ്ങനെ ഉച്ചയ്ക്ക് സ്ത്രീ പ്രസംഗിക്കുന്നത് എവിടെയാ? ഇവിടെ നമ്മുടെ രാമായണത്തിലാ സീത പ്രസംഗിക്കുന്നുണ്ട്. അത് നമുക്ക് ഏറ്റവും മനോവിഷമം തോന്നുന്ന ഒരു രംഗം. അതായത് അങ്ങനെ മാനിന്റെ പിറകെ പോവാ. സത്യത്തില് അങ്ങനെ സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും എന്നുള്ളൊരു മാനുണ്ടാവില്ല, ശ്രീരാമചന്ദ്രനെ അറിയാം. എന്നിട്ടും അയ്യോ ശ്രീരാമചന്ദ്ര എന്തൊരു ചന്ത, എനിക്കതിനെ പിടിച്ചു തരുമോ എന്ന് പറഞ്ഞപ്പോ നമ്മളുടെ മനുഷ്യന്മാരെ അനുകരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിന്റെ പിറകെ പോയി. എന്നിട്ട് ഒച്ചയും കേട്ടപ്പോ എന്താ പറയാ? കേൾക്കുന്നു കരച്ചില്, ഒന്ന് പോയി രക്ഷിക്കൂ ലക്ഷ്മണ എന്ന് പറഞ്ഞപ്പോ എന്താ പറഞ്ഞത്? അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാൻ, ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ ചെന്നു രക്ഷിച്ചു കൊള്ളുക ലക്ഷ്മണ മടിയാതെ എന്ന് സീതാദേവി പറയാ. അപ്പൊ പറയാണ്, അർത്ഥനാദവും അവജ്യേഷ്ഠനുണ്ടാകയില്ല, രാത്രിചാരികളുടെ വായതെറിഞ്ഞാലും. ലക്ഷ്മണന് മനസ്സിലായി ഈ കാര്യം. പക്ഷെ അപ്പൊ സീതാദേവി പറയുന്ന കുറച്ച് വാക്കുകളുണ്ട്. ഭരതനാശാകാക്ഷിതനാകിയ, ഭരതന്റെ ആശ എന്നെ കല്യാണം കഴിക്കാൻ വേണ്ടി എന്നെ കൂട്ടിക്കൊണ്ടു കൊടുക്കാനാണോ, അത് നിനക്ക് തന്നെ ഭാര്യയാക്കി വെക്കണം എന്നാണല്ലേ ആഗ്രഹം? എന്നുമേ നിനക്കെന്നെ കിട്ടുകയില്ല താനും, നിനക്കെന്നെ കിട്ടില്ല. ഇത് രാമനോട് പറഞ്ഞ കേട്ടോ. അങ്ങനെ നിനക്കൊന്നും ഞാൻ ഭാര്യയായിരിക്കില്ല, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറയുമ്പോഴാണ് ലക്ഷ്മണൻ ഇത് സഹിക്കുന്നില്ല. ലക്ഷ്മണൻ ചെവി അങ്ങോട്ട് പൊത്തിയിത്രേ. എന്നിട്ട് പറയാണ്, വനദേവതമാരെ പരിപാലിച്ചു കൊള്ളുവിൻ, മനുവംശാദീശ്വര പത്നിയെ വഴി പോലെ, ദേവിയെ ദേവകളെ ഭാരമേൽപ്പിച്ചു മന്ദം പൂർവജൻ തന്നെ കാൺമാൻ നടന്നു സൗമിത്രിയും. ആ ചെവിയും പൊത്തിയിട്ട് വനദേവതമാരോട് സീതാമാതാവിനെ കാൽക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് നടന്നു പോവുകയാണ്. ആ ഒരു ചീത്ത പറച്ചിൽ അത്രയും വിഷമായി ലക്ഷ്മണന്. ആ ഒരൊറ്റ പറച്ചിൽ കാരണമാണ് 1 വർഷം ആ രാക്ഷസന്മാരുടെ കൂടെ ശ്രീലങ്കയിൽ പോയി ഇരിക്കേണ്ടി വന്നത് സീതാദേവിക്ക്. അതാണ് ഇവിടെ പറയുന്നത്, മായാസങ്കടം മനുഷ്യജന്മത്തിങ്കൽ ആർക്കില്ലാത്തു. കാരണം സാക്ഷാൽ ലക്ഷ്മി ദേവി പോലും ഒരു മനുഷ്യ സ്ത്രീയായി ഭൂമിയിൽ അവതരിച്ചിട്ട് ഒരു തെറ്റ് ചെയ്തെങ്കിൽ അതിന്റെ ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. പിന്നെയാണോ കേവലം മനുഷ്യന്മാരായ നമ്മൾ എന്നാണ് രാമായണം ചോദിക്കുന്നത്. അപ്പൊ എത്രത്തോളം ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സ്. തേച്ച് കഴുകി മിനുക്കി വെച്ച ഒരു പാത്രം പോലെ ശുദ്ധമായ മനസ്സുണ്ടാകാൻ നിങ്ങൾ രാമനാമം മാത്രം ചൊല്ലിയാൽ മതി. പഞ്ചശുദ്ധിയെ കുറിച്ച് മുഴുവൻ പറഞ്ഞില്ല, 2 ശുദ്ധി പറഞ്ഞില്ലേ? മനഃശുദ്ധി, ശരീരശുദ്ധി, പിന്നെ ആഹാരശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി. ആഹാരശുദ്ധി വാക്ശുദ്ധി മനസ്സിലാ,
ശുദ്ധമായ ഭക്ഷണം മാത്രം കഴിക്കുക, നല്ല വാക്കുകൾ മാത്രം അല്ലേ. അമ്പലത്തിലേക്ക് പോവാ, രുക്മിണി പോരണു, അപ്പുറത്തുനിന്ന് ലക്ഷ്മി അമ്മേനെയും കൂട്ടി ഇങ്ങത്തോളം വേറെയുള്ള കാര്യങ്ങൾ കുറ്റവും പറഞ്ഞാൽ കഴിഞ്ഞില്ലേ കഥ. അപ്പം എന്ത് വേണം? വാക്ശുദ്ധി ഉണ്ടായിരിക്കും, നല്ലത് മാത്രം പറയാ. കർമ്മശുദ്ധി, വരുന്ന വഴിക്ക് ഒരു പൂച്ചയെ കണ്ടു, കൊടുത്തൊരു വീക്ക്, കർമ്മശുദ്ധി കഴിഞ്ഞില്ലേ. അതായത് ഭൈരവനാണ് നായക്കളെന്നാ പറയണത്. എല്ലാ ജീവജാലങ്ങളോടും നമ്മൾക്ക് അത്രയും കരുണ ഉണ്ടാവണം എന്ന് രാമായണം പഠിപ്പിക്കുക. വാൽമീകി മഹർഷിയുടെ അടുത്ത് വരുമ്പോ രാമായണത്തില്, അധ്യാത്മരാമായണത്തിൽ ചോദിക്കും ശ്രീരാമചന്ദ്രൻ, ഞങ്ങൾ എവിടെയാ താമസിക്കേണ്ടത്? അപ്പൊ തന്നെ മഹർഷി പറയും, അങ്ങ് എവിടെയാ താമസിക്കുന്നത് എന്ന് അങ്ങേക്കും എനിക്കും നന്നായി അറിയാലോ, പിന്നെ എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? എങ്കിലും ഞാൻ പറയാന്ന് പറയാ. സന്തുഷ്ടരായി സമദൃഷ്ടികളായി ബഹുജന്തുക്കളിൽ ദ്വേഷഹീനമതികളായി ശാന്തരായി നിന്നെ ഭജിപ്പവർ തമ്മുടെ സ്വന്തം നിനക്കു സുഖവാസായ മന്ദിരം. അപ്പൊ ഇവിടെ ഭഗവാൻ ഇരിക്കണേ, എപ്പോ നോക്കിയാലും നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക, സന്തുഷ്ടരായിട്ടിരിക്കുക. എന്താ പറയുന്നത്? ഭോഗത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട, ഭോഗം വിധികൃതം വർജിക്കയും വേണ്ട. നിങ്ങൾ ആഗ്രഹം എങ്ങനെയാ? നിങ്ങൾക്ക് കിട്ടിയ എന്തെല്ലാം സൗകര്യങ്ങളുണ്ടോ അതൊക്കെ അനുഭവിച്ച് സുഖിച്ച് ജീവിച്ചോളൂ. ഇല്ലാത്തതിനെ കുറിച്ച് ഓർത്ത് വിഷമിച്ച് എൻ്റെ മുന്നിൽ വന്ന് നിന്ന് കരയരുത്. ചിലർ കാണാൻ പ്രാർത്ഥിക്കുമ്പോൾ നിന്ന് കരയണോ, ഭഗവാൻ ഇഷ്ടമല്ല അത്രയും ഭക്തൻ കരയുന്നതേ. ഭഗവാൻ ഇങ്ങനെ നോക്കൂത്രേ പഠിക്കലേക്ക്, ഇന്നാള് വന്നില്ലല്ലോ, ലക്ഷ്മണൻ ഇന്ന് വന്നില്ലല്ലോ, അല്ലെങ്കിൽ നാരായണൻകുട്ടി ഇന്ന് എല്ലാ വെള്ളിയാഴ്ചയും വരും, ഇന്ന് വന്നില്ലല്ലോ. ഭഗവാൻ നമ്മളെ കാണാൻ 100 ഇരട്ടി ആഗ്രഹിക്കുത്രേ, നമ്മൾ ഒരു പ്രാവശ്യം ആഗ്രഹിക്കുമ്പോഴേക്ക്. അത്രയും ഭഗവാന് ഭക്തവാത്സല്യ. അങ്ങനെയുള്ള ഭഗവാന്റെ മുന്നിൽ നമ്മൾ പോയി നിന്ന് കരയുമ്പോൾ ഭഗവാന്റെയും കണ്ണുനറിയും. അതുകൊണ്ടാണ് കൊലയിലൊന്നും ഇങ്ങോട്ട് വരണ്ടാ പറയുന്നത്. കാരണം നമ്മളെ മനസ്സിൽ വിഷമം, ഇവിടെ വന്ന് നമ്മൾ കരയും. അതിലും അപ്പുറം പിതൃയജ്ഞം ദേവയജ്ഞത്തെക്കാൾ മുകളിലാണ് എന്ന് പറയാം. ഇനി രാമനാമ മഹിമ അറിയാന് ഒരു കഥയും കൂടി പറഞ്ഞിട്ട് സമർപ്പിക്കാം. യോഗാവാസിഷ്ടം പറയണമെന്നാ രാമായണം പറയുമ്പോൾ. ശ്രീരാമചന്ദ്രനെ കാനനത്തിലൂടെയൊക്കെ പോയി വന്നതിന് ശേഷം ഒരു മുനീശ്വരന്റെ ഭാവം വന്നു, എല്ലാത്തിനോടും വിരക്തി വന്നു അത്രേ. അങ്ങനെയാണ് ഈ യോഗാവാസിഷ്ടത്തിലെ തുടക്കം. ഇവിടെ യോഗാവാസിഷ്ടത്തിൽ ഒരുപാട് കഥകൾ രാമനാമത്തിന്റെ മഹിമയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ ഒരു ചെറിയ കഥ. ഒരു മുനീശ്വരൻ ഉണ്ടായിരുന്നു. ദീർഘ തപസ് എന്നാണ് മുനീശ്വരന്റെ പേര്. ദീർഘകാലമായിട്ട് തപസ്സന്നെ മൂപ്പർക്ക് പണി. കാനനത്തിനുള്ളിൽ പോയി കുറച്ചു കാലം ഇങ്ങനെ ഒരു അരയാൽ വൃക്ഷത്തിന്റെ ചോട്ടിലിരിക്കും. 6 മാസം കഴിഞ്ഞാൽ കുറേ ഉൾക്കാട്ടിലേക്ക് പോകും, വേറൊരു വൃക്ഷത്തിന്റെ ചോട്ടിലിരിക്കും. ആ കാനനത്തിൽ നിന്ന് കിട്ടുന്നത് എന്താണോ, സമയം നേരൊന്നുമില്ല, അത് കഴിക്കും, അരുവിയിലെ വെള്ളം കുടിക്കും, ഇങ്ങനെ ഭഗവാനെ ഇങ്ങനെ ധ്യാനിക്കും. പക്ഷേ കുറേ കാലം ധ്യാനിച്ച് തപസ് ചെയ്തിട്ടും മനസ്സിനുള്ളിലെ ചിന്തകളെ ഒതുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. മനസ്സെപ്പോഴും അസ്വസ്ഥ. മനസ്സിൽ ഇപ്പൊ കണ്ണടച്ച നമ്മൾ ധ്യാനിക്കാൻ പറയുമ്പോൾ അങ്ങനെ രാവിലെ 21 ഗായത്രി, 4ാമത്തെ ഗായത്രി ആകുമ്പോഴേക്കും എന്ത് വന്നു? അയ്യോ ഒന്ന് വൈകുന്നേരം ഇപ്പൊ സമയത്ത് എത്തണാവോ, അങ്ങനെ ചിന്ത നമ്മുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞു. ആ 21 ഗായത്രി സമർപ്പിക്കുന്നത് വരേക്കും ആ സൂര്യമണ്ഡലത്തിൽ അങ്ങനെ ഉദിച്ചുയർന്നു വരുന്ന സൂര്യഭഗവാൻ, ഭഗവാന്റെ തേര് 7 വർണ്ണങ്ങളിലുള്ള ആ കുതിരകളെ തളിച്ചുകൊണ്ട് നിൽക്കുന്ന ആ സാരഥി, ഈ ഒരു ചിത്രം മനസ്സിൽ നിൽക്കണം എന്നാ, എങ്കിലേ ഗായത്രി ഫലിക്കൂ. ഇങ്ങനെ ധ്യാനത്തിലിരിക്കുമ്പോഴൊക്കെ അസ്വസ്ഥമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരും. എന്തെങ്കിലും കഴിഞ്ഞ കാലത്തെയോ ചെറുപ്പത്തിലെയോ ഒക്കെ കടന്നു വരും. ഒരു സ്വസ്ഥത കിട്ടുന്നില്ല. ഇദ്ദേഹം വീണ്ടും കാട്ടിലൂടെ നടക്കുക. കുറേ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴേ നമുക്ക് ഭഗവാൻ നേരിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിന് അവസരം ഉണ്ടാക്കുന്ന. രാമായണം തുടങ്ങുന്നതിന് എങ്ങനെയാ? പൈങ്കിളി മകളോടാ പറയാൻ പറയുന്നത്. പാറി നടക്കുന്ന പക്ഷികൾക്ക് പോലും രാമനാമ മഹിമ അറിയാമായിരുന്നു, നമുക്കറിയാത്ത. ഇങ്ങനെ നടന്നിട്ട് ഈ ദീർഘ തപസ് എന്ന ആ മുനീശ്വരൻ വലിയ ഒരു മരം കണ്ടു. വിഭീതിക എന്ന് സംസ്കൃതത്തിലാണ് അതിൻ്റെ പേര്. വിഭീതിക എന്ന മരം, വലിയൊരു മരം, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ താന്നി മരം. ഈ താന്നിയുടെ അടുത്ത് അങ്ങനെ ചെന്നപ്പോ ഈ താന്നിയുടെ ഇലകൾ ഒരു പ്രത്യേക താളത്തിൽ അങ്ങനെ കാറ്റടിച്ചിട്ട് വീശി ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. ഒന്നുകൂടി ശ്രദ്ധിച്ചു, എന്ത് ശബ്ദ ഈ ഉണ്ടാക്കുന്നേന്ന്. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിൽ സ്വയം അങ്ങനെ ഭഗവാൻ തോന്നിപ്പിക്കുക, രാമാന്നിങ്ങനെ നീട്ടി വിളിക്കുന്നത് പോലെ. അപ്പൊ ആ മന്ത്രം പോലെ തോന്നുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയോ? നേരെ അരുവിയിലിറങ്ങി ശുദ്ധമായിട്ട് ഒന്നുകൂടി കുളിച്ചു. ആ താമി മരത്തിന്റെ ചോട്ടിൽ അവിടെ കയറിയിരുന്നു. ഈ താമി മരത്തിന്റെ കുരുവാണത്രേ പണ്ടൊക്കെ ചൂത് കളിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അങ്ങനെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്മുദ്രയൊക്കെ പിടിച്ച് ധ്യാനത്തില് രാമനാമം ചൊല്ലി. എത്ര കാലം ചൊല്ലി?
കുറേ കാലം, ഒരുപാട് കാലങ്ങളോളം ഇദ്ദേഹം 1000 വർഷം കഴിഞ്ഞു. അത്രയും കാലമായപ്പോഴേക്ക് ഈ താന്നിമരത്തിനൊക്കെ കാലഘട്ടം കഴിഞ്ഞു, അതൊക്കെ ഉണങ്ങി നശിച്ചു പോയി. പക്ഷേ ഈ ഒരു രാമമന്ത്രത്തിന്റെ പവിത്രത മൂലം 4 പുറവും ഉള്ള അന്തരീക്ഷത്തിന് ഒരു പ്രത്യേക സുഖം, ശാന്തി ഉണ്ടായിരുന്നു. 4 പുറമുള്ള മൃഗങ്ങൾക്ക് പോലും മാറ്റം വന്നു. ആ മൃഗങ്ങളൊക്കെ ഈ ഹിംസ്രജന്തുക്കളിലേക്ക് അവരെ ഒന്നും കൊന്നു തിന്നാത്തൊരവസ്ഥയിലേക്ക്, അവരാരെയും ആക്രമിക്കാത്തൊരവസ്ഥയിലേക്ക് മാറി. അത്രയും ശാന്തമായ അന്തരീക്ഷം. ഓം ദ്യൗ ശാന്തി, അന്തരീക്ഷം ശാന്തി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേദം സമർപ്പിക്കുക. അവസാനം ശാന്തി മന്ത്രം. ഈ അന്തരീക്ഷമൊക്കെ നല്ല ശാന്തമായി നിൽക്കുന്നു. അങ്ങനെ തപസ്സിലിരിക്കുകയാണ്. ഇങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹത്തിന് മനസ്സിനെ സ്വസ്ഥമാക്കാൻ കഴിഞ്ഞു. എവിടുന്നാ ഇത് കിട്ടിയത്? ആരും പറഞ്ഞു കൊടുത്തില്ല. പ്രകൃതി നേരിട്ട് പറഞ്ഞു കൊടുത്തു. പ്രകൃതി മൊത്തം, ആ ഭാഗത്തുള്ള എല്ലാ പ്രകൃതിയും ശാന്തമായി മാറി. ഇതിനർത്ഥം രാമമന്ത്ര മഹിമ എത്രത്തോളം ഉണ്ട്. അതിനപ്പുറം ജീവജാലങ്ങൾക്ക് പോലും മറ്റുള്ള ജീവികളെ ഉപദ്രവിക്കേണ്ട എന്ന സൽചിന്ത, സൽപ്രവൃത്തി അവരുടെ കർമ്മങ്ങളിൽ വന്നു. രാമനാമ മന്ത്രത്തിന്റെ മഹിമ നോക്കൂ. ഏതൊരു വ്യക്തിയെയും, ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ അത്രയും വിശ്വാസം തോന്നില്ല, ഹാർമോണിയം ഇങ്ങനെ വിളിക്കുമ്പോൾ വിട്ടിരുന്ന് അങ്ങനെ ശ്രദ്ധിച്ചു നോക്കൂ, അത് ഓങ്കാരം മുഴക്കുന്നത്. വിളക്ക് കത്തിച്ച അത് എരിഞ്ഞ് കത്തുമ്പോൾ, എള്ളെണ്ണ അങ്ങനെ ആ തിരിയിൽ എരിഞ്ഞ് കത്തുമ്പോൾ അത് ഓങ്കാരം മുഴക്കിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് മനസ്സിലാവും. സന്ധിക്ക് ആ ദീപം വെച്ചിട്ട് അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അമ്പലത്തിൽ വന്നിട്ട് നിങ്ങൾ തൊഴുതിട്ട് ഒറ്റയ്ക്ക് അങ്ങനെ പ്രദക്ഷിണം വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഭഗവാന്റെ ഒരു അനാഹത ശബ്ദം അനുഭവിക്കാൻ കഴിയും, കുറച്ചങ്ങനെ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ ഈ പ്രകൃതിയിൽ എന്തുണ്ട്? ഒരു പ്രത്യേകമായ ശബ്ദം നമുക്ക് വേണ്ടി അങ്ങനെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സൂര്യനിൽ നിന്നും വരെ ഓങ്കാരം വരുന്നു എന്ന് നാസ കണ്ടെത്തി എന്നൊക്കെ നമ്മൾ പേപ്പറിൽ വായിക്കാറില്ലേ? അപ്പൊ ഈ പ്രപഞ്ചത്തില് നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യവും ആ രാമനാമ മഹിമയും ഉണ്ട് എന്നാണ് ഈ കഥ നമ്മളോട് പറയുന്നത്. ഇന്ന് രാമനാമ മഹിമയായിരുന്നു വിഷയം. ഇത്രയും കഥകളിലും ഇത്രയും കാര്യങ്ങളിലും കൂടി ചേർന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? എന്തെങ്കിലും അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരുപാട് സത്സംഗങ്ങൾ നടത്തുന്നവരാ നിങ്ങൾ. സത്സംഗ മഹിമ പറയാതെ തന്നെ അറിയുന്നവരാ. നാരായണീയം ഇവിടെ സമർപ്പിക്കുന്നവരാ. സത്സംഗത്തിലൂടെ ഭാഗവത സപ്താഹത്തിലൂടെ പോകുന്നവരാ. ബേസിക് ഒന്നും നിങ്ങൾക്ക് തരേണ്ടതില്ല. പക്ഷേ ഈശ്വര കഥകൾ കേൾക്കുക, പറയുക, അതെന്തിനാ? ഈശ്വര കഥകളുടെ മഹിമ. നമ്മൾ ഈ സത്സംഗത്തിലൂടെ പോയാൽ ഈശ്വര കഥകൾ അങ്ങനെ കേട്ട് കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളും ഇല്ലാതെയാവും. അപ്പം നമ്മൾ പാപമെല്ലാം ചെയ്തിട്ടുണ്ടോ എന്ന് ചിന്തിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു, ക്ഷേത്രത്തിൽ വരണം, കുളിച്ച് ശുദ്ധമായിട്ടാണ് വരുന്നത്. നമ്മളറിയാതെ നടന്നു പോരുന്ന സമയത്ത് ചെറിയ ഉറുമ്പുകളെ, ജീവജാലങ്ങളെയൊക്കെ ചവിട്ടിക്കൊല്ലും. അതും പാപ, എല്ലാ ജീവനും തുല്യല്ലേ. അപ്പോൾ നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന സകല പാപങ്ങളും ഇല്ലാതെയാക്കാൻ എന്തിന് കഴിവുണ്ട്? സത്സംഗത്തിന്, ഈശ്വര കഥകൾക്ക് കഴിവുണ്ട്. ഇനി രാമായണം തുടക്കം തന്നെ എങ്ങനെയാ നോക്കൂ. ഈശ്വര കഥാശ്രവണം, ഉമാ മഹേശ്വര സംവാദം. എന്താ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത്? പാർവതി ദേവി ഇത് ചോദിക്കുമ്പോൾ നീ ഭാഗ്യവതിയാണ്, നിനക്ക് തോന്നിയില്ലോ ഇത് ചോദിക്കാന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സർവദാ ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രം എന്താ? ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനി. അങ്ങനെയല്ലേ വിഷ്ണു സഹസ്രനാമം സമർപ്പിക്കാറ്. അതായത് മഹാദേവൻ മന്ത്രം ജപിക്കുക. എന്താ അങ്ങ് ജപിക്കുന്നേ? അങ്ങല്ലേ ആദിദേവൻ. അപ്പൊ പറയാ, ഞാൻ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. സഹസ്രനാമത്തിന് തുല്യമാണ് രാമനാമം. അത്രേ പറഞ്ഞാൽ മതി രാമനാമത്തിന്റെ മഹിമ. ഇങ്ങനെ നാമം ജപിക്കുക. ഇവിടെ ആദ്യമേ കഥ പറഞ്ഞു കൊടുത്തു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണോ? ശ്രീ പാർവതി ദേവി പോലും മഹാദേവനോട് ഈശ്വര കഥ പറയാൻ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാല് ഈശ്വരന്മാർ പോലും കഥാശ്രവണം ചെയ്യുന്നു. ഇനിയിപ്പോൾ നൈമിഷാരണ്യം ഇപ്പോഴും ഉണ്ട്. നൈമിഷാരണ്യത്തില് ഒരുപാട് മഹർഷീശ്വരന്മാർ ഇങ്ങനെ ഇരിക്കും. എല്ലാവർക്കും എല്ലാ കഥയും അറിയാം. പക്ഷെ ഒരു മഹർഷി കയറി ഇരുന്നിട്ട് കഥ പറയും. ഇത്ര കുറച്ച് സമയം കഴിഞ്ഞാൽ അടുത്ത ആൾ കഥ പറയും. ഈശ്വര കഥകൾ അങ്ങനെ പറയാ, കേൾക്കുക. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ ശരീരത്തിന്റെ വേദന, മനസ്സിന്റെ വേദന എല്ലാം മറന്നിട്ട് ഈശ്വരങ്കലേക്ക് ഉയരുക. എങ്ങനെയാ രാമായണം അവസാനിപ്പിക്കുന്നത്? രാമായണം വായിക്കുമ്പോൾ ഉത്തരകാണ്ഡം വായിക്കണം. ഉത്തരകാണ്ഡത്തിന്റെ അവസാനം സരയൂ നദിയിൽ ഇറങ്ങിയിട്ട് ഭഗവാൻ അങ്ങോട്ട് സ്വർഗാരോഹണം, ദേഹത്യാഗം ചെയ്യാം. ഭഗവാൻ സരയൂരിലേക്ക് ഇറങ്ങിയപ്പോൾ, ഇപ്പോഴും നോർത്തിൽ പോയാൽ നമുക്കത് കാണാം, കുടിക്കാൻ തോന്നില്ല, അത്രയും ചെളിവെള്ളം അവിടെ കെട്ടി നിർത്തിയിരിക്കുന്നത്.
ആ സരയൂല് ഇറങ്ങുന്ന സമയത്ത് കൂടെയുള്ളവരൊക്കെ ശ്രീരാമചന്ദ്ര അങ്ങ് എന്താ ചെയ്യുന്നേ? ഞാൻ സ്വർഗാരോഹണം ചെയ്യാൻ പോവുക, ദേഹത്യാഗം ചെയ്യാൻ പോവുക, എൻ്റെ കൂടെ പോരണവരൊക്കെ വന്നോളൂ. എല്ലാവരും ഭഗവാന്റെ കൂടെ സരയൂലിറങ്ങി ദേഹത്യാഗം ചെയ്തു, മോക്ഷം പ്രാപിച്ചു. ഇവിടെ നിന്നും എന്താ മനസ്സിലാക്കണ്ടേ? നമ്മുടെ ആഗ്രഹം എന്താ? എന്തുകൊണ്ടാണ് നിങ്ങൾ ആ 6ാമത്തെ കാണ്ഡത്തിലോട്ട് നിർത്താൻ കാരണം? എന്തുകൊണ്ട് ഏതോ ഒരു പൂർവികൻ അങ്ങനെ പറഞ്ഞു വെച്ചു? നമ്മുടെ ആഗ്രഹം എന്താണോ? എന്നും ഭഗവാൻ ഇവിടെ ഇങ്ങനെ ഈ അയോധ്യം ഭരിച്ച് സിംഹാസനത്തിൽ സുഖമായിട്ട് ഇവിടെ മനുഷ്യരായിട്ട് ഇരിക്കണം, അതല്ലേ നമ്മുടെ ആഗ്രഹം. അതുകൊണ്ടാണ് അവിടെ നിർത്തണേ. അങ്ങനെയല്ല മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ മനുഷ്യനായി ഇവിടെ അവതരിച്ചിട്ട് മനുഷ്യനായി തന്നെ ഇവിടെ ഇരിക്കാതെ എന്ത് ചെയ്യണം? സ്വർഗാരോഹണം ചെയ്ത് പോണം, സ്വർഗത്തിലേക്ക് തന്നെ, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലേക്ക് പോകണം. അതേസമയം മനുഷ്യരായി ജനിച്ച നമ്മൾ ഓരോരുത്തരും ഈശ്വര കഥകൾ പാടി പറഞ്ഞ് പഠിപ്പിച്ച് ഈശ്വരങ്കലേക്ക് ഉയരണം എന്നാണ് രാമായണം കാണിക്കുന്നത്. അല്ലാതെ ഈ ശരീരത്തില് ഇപ്പൊ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാ ഈ ശരീരം എടുത്തത്? പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതാ. തിരുമേനി അവിടെ പൂജിക്കുന്ന ഓരോ ദ്രവ്യങ്ങളും നോക്കൂ, പഞ്ചഭൂതങ്ങളെ പ്രതിനിധീകരിക്കുന്നതാ. ഈ പഞ്ചഭൂതം നമ്മുടെ ശരീരം നിർമ്മിച്ചതാ. ഒന്നിനും ജീവനില്ല. ജീവനില്ലാത്ത ഈ 5 സാധനങ്ങളെ കൊണ്ട് ഉണ്ടാക്കി വെച്ച ഈ ശരീരത്തിനുള്ളിൽ ജീവനുണ്ട്. എങ്ങനെ ഉണ്ടായത്? അത് പരമാത്മാവാകുന്ന ഭഗവാന്റെ ഒരു അംശം നമുക്ക് ജീവാത്മാവായി തന്നതാ. ഇപ്പൊ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്താ പറയാ? ലക്ഷ്മണ ഒരു വില്ലൂരി പിടിച്ചോളൂ കേട്ടോ, ശ്രദ്ധയോടെ വസിക്കേണമേവരും. ലളിതമായിട്ട് ഞാൻ പല പറയുന്നുണ്ട്, ശ്രദ്ധിച്ച് നടക്കണം, ശ്രദ്ധിച്ച് നമ്മൾ ജീവിക്കണം, ഒരു നിമിഷവും നഷ്ടപ്പെടുത്തരുത്. എന്നിട്ട് എങ്ങനെയാ കാട്ടിലൂടെ നടക്കുന്നത്? മുന്നിൽ ലക്ഷ്മണൻ എങ്ങനെ പോകുന്നുണ്ട്, നടുവിൽ മായാ സീത, പിറകില് ശ്രീരാമചന്ദ്രൻ. എന്താ ഇത് കാണിക്കുന്നത്? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാ. ഈ മനുഷ്യനിൽ നിന്നും ഈശ്വരങ്കിലേക്ക് ഉയരാൻ ഇടയിൽ ഒരു തടസ്സമുണ്ട്. അതാരാ? അതാണ് ഈ മായാ സീത. ശ്രീ ഭഗവതി പറയുന്നുണ്ട്, രാമചന്ദ്രന് ഒന്നും ചെയ്യുന്നില്ല, ഞാനാണ് ഇതെല്ലാം ചെയ്യുന്നതും ചെയ്യിപ്പിക്കുന്നതും. പ്രകൃതിയും പുരുഷനും വിട്ടു നിൽക്കുന്നില്ല. ഉണ്ടോ പുരുഷൻ പ്രകൃതിയെ വേറിട്ട്, രാമായണം പറയുന്നതാ. ഇവിടെ ഈ പരമാത്മാവാകുന്ന ശ്രീരാമചന്ദ്രൻ ആർക്കപ്പുറത്താ? മായാസീതയ്ക്ക് അപ്പുറത്താ. ആരാ ജീവാത്മാവ്? നമ്മളാകുന്ന ലക്ഷ്മണൻ, നമ്മളാകുന്ന അർജുനൻ. ഈ ലക്ഷ്മണനാകുന്ന ജീവാത്മാവിന് മായാസീതയെ കടന്നാലേ ഇവിടെ എത്താൻ കഴിയൂ, പരമാത്മാവായ ശ്രീരാമചന്ദ്രനിൽ ചേരാൻ പറ്റൂ. നമ്മളാകുന്ന ഓരോ ജീവനും ആ ശ്രീലകത്തിരിക്കുന്ന പരമാത്മാവാകുന്ന മഹേശ്വരനിലേക്ക് അങ്ങോട്ട് ചേരണമെങ്കിൽ ആരെ കടക്കണം? അതിന് മുന്നിലായിട്ട് അവിടെ ശ്രീപാർവതിയെ വെച്ചിട്ടില്ലേ? ആ മായാദേവിയുടെ മായകളെ എല്ലാം തരണം ചെയ്ത് മനോബലം ഉണ്ടാക്കണം. ശ്രീരാമദേവൻ തളർന്നില്ല, ദശരഥൻ തളർന്നു വീണു. എന്തുകൊണ്ടാ? അത്രയും ഒരു ക്ലാസ് ആ സത്സംഗം വിശ്വാമിത്ര മഹർഷി കൊടുത്തിരുന്നു. ആ മനോബലം ഈശ്വര കഥകളിലൂടെ നമുക്ക് മനസ്സിന് ബലം വരുത്താം. രാമകഥകളിലൂടെ, മന്ത്രജപത്തിലൂടെ നമ്മുടെ മനോബലം വർദ്ധിപ്പിക്കാം. ആരെ പോലെ? ശ്രീരാമചന്ദ്രനെ പോലെ എന്ന് രാമായണം നമ്മളോട് പറയാം. അതുകൊണ്ട് നമ്മൾ മനുഷ്യനായി ഇവിടെ അങ്ങനെ ജീവിച്ചിരിക്കാതെ എന്ത് ചെയ്യണം? ഈ പഞ്ചഭൂതങ്ങളായ ശരീരം വന്നപ്പോ കൊണ്ടുവന്നതല്ലല്ലോ, കുഞ്ഞായി വന്നപ്പോ 2 കിലോ ഉള്ളൂ. ഇതിപ്പോ എത്രയായി? 10-60 ഈ 60 കിലോ എങ്ങനെ ഉണ്ടായി? ഈ ശരീരത്തില് ഈ പഞ്ചഭൂതങ്ങളാൽ പലതും നമ്മുടെ ചുറ്റുപുറത്തുണ്ട്. വെള്ളം നമ്മൾ കുടിച്ചു, മണ്ണ് നമ്മൾ കഴിച്ചു. മണ്ണ് എന്ന് പറഞ്ഞാൽ അപ്പൊ ചോദിക്കും, അല്ലല്ലോ ഞാൻ നല്ല കുമ്പളങ്ങയുടെ മോര് കറിയാ. കുമ്പളങ്ങ എവിടുന്നാ വന്നേ? മണ്ണെന്നല്ലേ. അപ്പൊ മണ്ണെന്നെ നമ്മൾ കഴിച്ചത്. ഇങ്ങനെയുള്ള ഈ പഞ്ചഭൂതങ്ങൾ ഭൂമിയിൽ നിന്നെടുത്ത് നമ്മൾ ഈ ശരീരം വലുതാക്കിയാൽ വാങ്ങിയതൊക്കെ തിരിച്ചു കൊടുക്കണ്ടേ? അതാണ് മരണം. ദശരഥൻ മരിക്കുന്ന സമയത്ത് എത്ര അസ്വസ്ഥനായിരുന്നു നോക്കൂ. മകൻ പോയി, ഞാൻ കാരണം വിഷമിച്ച് സാക്ഷാൽ ഭഗവാനായ ശ്രീരാമചന്ദ്രന്റെ അച്ഛൻ പോലും ആകെ അസ്വസ്ഥനായിട്ടാ മരിക്കുന്നത്. പിന്നെയോ നമ്മുടെ കാര്യം ഒന്ന് ചിന്തിച്ചാൽ മതി. മനസ്സിന് സ്വസ്ഥത ഉണ്ടാവില്ല. ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? രാമനാമം ചൊല്ലിയേ പറ്റൂ. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് രാമനാമം ഇരുന്ന് ചൊല്ലണം എന്ന് പറയുന്നത്. സുഖമായിട്ട് ആ രാമനാമം, വെറും രാമ മതി. രാമ 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 രാമ. ഇത്രയും ആര് ചൊല്ലുന്നുള്ളൂ? ഹനുമാൻ ദേവൻ ചൊല്ലുന്നുള്ളൂ. അതുകൊണ്ട് നാമജപത്തിലൂടെ ഈ ശരീരത്തിനെ നമുക്ക് ജയിക്കാൻ കഴിയും. ഗീത പഠിച്ചവനെ തളർത്താൻ ആർക്കും ആവില്ല. അതുപോലെ തന്നെ രാമായണത്തിലൂടെ പോയിട്ട് അവസാനം ഭഗവാന് സ്വർഗാരോഹണം ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത് ഈ ശരീരത്തിൽ നമുക്ക് എന്നും ഇവിടെ ഇരിക്കാൻ കഴിയില്ല. പോയേ തീരൂ. ഭഗവാൻ പോലും അവതാരം എടുത്തിട്ട് ശരീരം ഉപേക്ഷിച്ചു മനുഷ്യനായിട്ട്. പിന്നെയാണോ കേവലം മനുഷ്യനായ ഞാൻ എന്ന് ചിന്തിച്ചിട്ട്
ഈ ശരീരം വിട്ടു പോകുമ്പോഴേക്കും, അതിനാണ് ഇപ്പോഴേ ഇത് തുടങ്ങണം എന്ന് പറയുന്നത്. മനനം ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുക? ഈശ്വരനാമം മനനം ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യും? ധ്യാനിച്ചോളൂ. മരിക്കുമ്പോ എൻ്റെ രൂപം ഓർമ്മ വരുന്ന അമ്മയോട് ഭഗവാൻ പറയുന്നില്ലേ, അവതാരം എടുത്ത സമയത്ത് പ്രസവിച്ച് കുറച്ച് സമയം കഴിഞ്ഞ് രൂപം കാണിക്കുമ്പോൾ, അതുപോലെ ആ മരണസമയം എത്തുമ്പോൾ നമുക്ക് എന്ത് വരും? ഭഗവാന്റെ സ്മരണ ഉണ്ടാകും. എന്തേ പ്രാർത്ഥിക്കണ്ടു? മഹാദേവന്റെ തിരുനടയിൽ പോയിട്ട് നിങ്ങൾ എന്തൊക്കെ പ്രാർത്ഥിക്കാറുണ്ടല്ലേ? കുട്ടികളോടൊന്ന് ചോദിച്ചാൽ അവര് എല്ലാ പരീക്ഷ പേപ്പറും അവിടെ കൊടുത്തിട്ടുണ്ടാവും. എന്ത് വേണ്ടു? അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം ദേഹാന്തേ തവ കാരുണ്യം ദേഹിമേ പരമേശ്വരം. ഇത്രേ പ്രാർത്ഥിക്കുന്നുള്ളൂ. അനായാസേന ഹേ മഹാദേവ ശ്രീ പരമേശ്വര, എനിക്കൊരു മരണം തരേണമേ. എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചേ? ഇങ്ങനെ ഇപ്പൊ ഈ സത്സംഗ സംസ്കാരമൊക്കെ ഉണ്ടെങ്കിലും ചിലർ വിളിക്കും, ടീച്ചറെ അമ്മയ്ക്ക് ഇപ്പോൾ ഭാഗവതം തുറക്കാൻ വയ്യ, അമ്പലത്തേക്ക് പോകാൻ വയ്യ, കിടപ്പന്നെയായി. ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ അങ്ങനെ വരുന്നേ? നമ്മുടെ കർമ്മബലേ, ഈ ജന്മത്തെ മുഴുവനായ കർമ്മബലങ്ങളും അനുഭവിച്ച് തീർപ്പിക്കുകയാണേ. അത് കഴിഞ്ഞിട്ടാണ് പോയാൽ നേരെ ഭഗവാനിക്കാണ്ട് ചേർക്കാലോ. അതിന് വേണ്ടിയിട്ടാ അങ്ങനെ ജീവിച്ചവരെ. അങ്ങനെ കിടത്തരുതേ മഹാദേവ എന്നാണ് അത്രേ പ്രാർത്ഥിക്കുന്നത്. അനായാസേന മരണം വിനാ ദൈന്യേന ജീവനം. ആരുടെയും ഒരു സഹായം, ആരോടും ചോദിക്കാതെ എനിക്കൊന്ന് സഹായം ചെയ്യോ, എന്നെ ഒന്ന് പിടിച്ച അമ്പലത്തേക്ക് കൊണ്ടുപോകുമോ എന്ന് ചോദിക്കാതെ, എന്താ ഒന്നിനും രണ്ടിനും പോവാനെങ്കിലും ആരുടെയും ഒരു ഹെൽപ്പ് വേണ്ടാതെ ജീവിക്കാൻ കഴിയുക. ദേഹാന്തേ തവസാനിധ്യം. ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത് ആ കുറൂരമ്മ അങ്ങനെ സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ അവസാന സമയത്ത് നിങ്ങളുടെ തൃശ്ശൂരിലെ കുറൂരില്ലത്ത് ആ കുറൂരമ്മ അങ്ങനെ കിടന്ന് സഹസ്രനാമം ജപിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ അവിടെ വന്നൂത്രേ. അവസാനം അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ആത്മയോനി സ്വയം ജാതോ വൈഖാനാസാമഗായന ദേവകീ നന്ദന സൃഷ്ടാക്ഷിരീശ പാപനാശന ശംഖവൃന്ദഗീ ചക്രീ ശരംഗധന്വാഗദാധര രഥാംഗപാണിരക്ഷോഭ്യ സർവപ്രഹരണായുധ. ഇത് ചൊല്ലി തീരണ സമയത്ത് അങ്ങനെ മുഴുവനാക്കാൻ വയ്യ, തൊണ്ടയിൽ ഈ ശബ്ദം ഇങ്ങനെ ഇടറിയപ്പോൾ ഭഗവാൻ അത് ചൊല്ലി മുഴുമിപ്പിച്ച് ആ സമയത്ത് ഭഗവാന്റെ കണ്ണിൽ നിന്ന് ജടായുവിൻ്റെ ശരീരത്തിലേക്ക് വീണതുപോലെ 2 തുള്ളി കണ്ണുനീര് കുറൂരമ്മയുടെ ശരീരത്തിലേക്ക് ഒറ്റി വീണു എന്നാ പറയുന്നത്. ആ കണ്ണുകൾ അങ്ങനെ അടപ്പിച്ച് ഭഗവാൻ കുറൂരമ്മയെ മരിപ്പിച്ചു. ഈ തൃശ്ശൂരിൽ ജനിച്ച് മഹാദേവനെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ ദേഹാന്തേ തവ സാന്നിധ്യം ഹേ ശ്രീ പരമേശ്വര, ഈ ദേഹം അവസാനിക്കുന്ന സമയത്ത് അങ്ങ് എൻ്റെ അടുത്തേക്ക് വരണേ എന്ന പ്രാർത്ഥന, അതേ ഉള്ളൂ പ്രാർത്ഥിക്കാം. ദേഹിമേ പരമേശ്വരം. ഈ ദേഹമൊക്കെ നശിച്ചു പോയി, പിന്നെ എന്തേ വേണ്ടു? ദേഹി എൻ്റെ ആത്മാവ് പരമേശ്വരനായ അങ്ങയിൽ ചേരേണമേ. ഇത്രേ വേണ്ടു. എന്താ നമ്മുടെ ജീവിത ലക്ഷ്യം? ഈശ്വര സാക്ഷാത്കാരം. എന്തിനാ അങ്ങനെ ഉണ്ടോങ്ങി ജീവിക്കണേ? ഈ ശരീരം നമുക്കൊരു വാഹനം പോലെ കിട്ടിയതാ. ഇതിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. ഒരു കാർ അവിടെ വാങ്ങിച്ചു വെച്ചു, അത് ഓടുന്നില്ല, തുരുമ്പ് പിടിക്കില്ലേ? ശരീരം ഓടണം. വീട്ടിൽ വെറുതെ എങ്ങനെ ഇരിക്കരുത്. കുളിച്ചു പുറപ്പെട്ട എങ്ങോട്ട് വരണം? ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം, അത് നമ്മുടെ കടമയാ. ഏറ്റവും അടുത്തുള്ള തേവര്, അത് നമ്മുടെ സ്വന്തം. ഇവിടുത്തെ ശ്രീ മഹാദേവൻ ഏറ്റവും പ്രത്യേകത ഉള്ള ആളാ. ആ രാമായണത്തില് ആ ഒരു നടത്തണ്ടല്ലോ, ലക്ഷ്മണനും മായാസീതയും പിന്നെ ശ്രീ പരമേശ്വരനാകുന്ന ശ്രീരാമചന്ദ്രനും. ഇതന്നെയാ ജീവാത്മാവായ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ തൊഴുമ്പോൾ അവിടെ മായാസീതയെ വെച്ചിരിക്കുന്നു, അപ്പുറത്തതാ ശ്രീരാമചന്ദ്രൻ പരമേശ്വരനായി നിൽക്കുന്നു. ആ പരമേശ്വരനിലേക്ക് എന്നെ അങ്ങോട്ട് ചേർക്കണമേ എന്ന ഒരു പ്രാർത്ഥന മാത്രമേ വേണ്ടൂ, വേറൊന്നും വേണ്ട. ഈശ്വര സാക്ഷാത്കാരം ലഭിക്കാൻ ഇത്ര ചെയ്താൽ മതി. ഇതിലൂടെ അവനാന്റെ ഗ്രാമദേവതയെ ഭജിക്കുക, ഇവിടെ വരിക, മുടങ്ങാതെ വരിക. ആ വരവ് മുടങ്ങാതെ ഒരു ദിവസം ഇങ്ങനെ വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് നമസ്കരിക്കുമ്പോൾ അങ്ങോട്ട് എടുത്താ എന്തായി സുഖമില്ലേ? അങ്ങനെ പ്രാർത്ഥിക്കുക. കിടത്താതെ കൊണ്ടുപോകണേന്ന് മുത്തശ്ശി പറയില്ലേ, അത് മാത്രം പ്രാർത്ഥന. ഒരുപാട് ഗ്രന്ഥങ്ങളിലൂടെ അങ്ങനെ പോവുക. ഈ കൽക്കണ്ടം, ഈ സത്സംഗം ഇങ്ങനെ വായയിലിട്ട് നുകരുക. അതിലും വലുതായിട്ട് ഒന്നും കിട്ടാനില്ല. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? യജ്ഞം സമർപ്പിക്കട്ടെ. എന്തൊക്കെയോ പറയണമെന്ന് ആഗ്രഹിച്ചാ വരിക, പക്ഷെ നോക്കി പറഞ്ഞാൽ നമുക്കൊരു സുഖം കിട്ടില്ല. മനസ്സിലപ്പോ ദേവനെ എന്താ തോന്നിപ്പിച്ച് അതങ്ങനെ അങ്ങോട്ട് പറഞ്ഞു പോകാറാണ്. രാമായണം കഥ ഒന്നും പറയണ്ട, എല്ലാവർക്കും അറിയാം. പക്ഷെ കഥയിലെ തത്വങ്ങളുണ്ടല്ലോ, രാമായണം നമുക്ക് കാണിച്ചു തരുന്നത്. നിങ്ങൾ ഒരു പ്രാവശ്യം കേട്ടു എന്ന് പറഞ്ഞുകൊണ്ടാ ബേസിക് ഒന്നും പറയാഞ്ഞ്. കാരണം
രാമായണം കാണിക്കുന്നത് ധർമ്മം. രാമോ വിഗ്രഹമാ ധർമ്മ. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ട് ജീവിക്കുക. എന്ത് ചെയ്യുക? ത്യജിക്കുക. പലതും ത്യജിച്ച് അവസാനം ഈ ശരീരവും ത്യജിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സരയൂരിറങ്ങി ദേഹത്യാഗം ചെയ്യുമ്പോൾ ശ്രീരാമചന്ദ്രൻ യജ്ഞം സമർപ്പിക്കുകയാണ്. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർസ്വഭാവാൽ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം സദാശിവായേതി സമർപ്പയാമി. ഓം സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിന്മഹീശ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. സമസ്തലോകാഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം പ്രിയഭക്തരെ, വളരെ കാവ്യാത്മകവും ലളിതമായ ഭാഷയിൽ നമ്മുടെ ഋഷീശ്വരന്മാർ ശ്ലോകങ്ങളിലൂടെ അടക്കി വെച്ച പല ഉപകഥകളും വളരെ ലളിതമായി ഇവിടെ നമ്മളോട് വിശദീകരിച്ച ശോഭ ടീച്ചറെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഈ സദസ്സിന് ഇവിടെ എത്തിച്ചേർന്ന ശോഭ ടീച്ചർക്കും ഇവിടെ വന്ന എല്ലാ സദസ്സിനും നന്ദി പറയുവാൻ സരിത്ത് ടീച്ചറെ ക്ഷണിക്കും. വളരെ മനോഹരമായി നമ്മളെ ലയിപ്പിക്കുന്ന രീതിയിൽ, മറ്റൊന്നും ചിന്തിക്കാത്ത രീതിയിൽ ശോഭ ടീച്ചർ നമുക്ക് രാമമാഹാത്മ്യം, രാമമഹിമ പറഞ്ഞു തന്നു. നമുക്കും കുറേയൊക്കെ അറിയാം. ആദ്യം തന്നെ ഞാൻ ഭഗവാന്റെ മുന്നിൽ നമസ്കരിക്കുന്നു. കർക്കിടക മാസത്തിൽ മുഴുവനായി അത് ചൊല്ലണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. കഴിഞ്ഞ കൊല്ലം ചെയ്തു. പക്ഷെ അത് എന്തോ അയ്യൊക്കെ വന്നപ്പോൾ തോന്നി എനിക്ക് പറ്റില്ലായിരിക്കുമോ എന്നൊരു തോന്നി. പക്ഷെ അതിൽ നിന്നൊന്നും തടസ്സമില്ലാതെ ഭഗവാൻ എനിക്കത് സാധിപ്പിച്ചു തന്നു, വായിക്കാൻ സാധിപ്പിച്ചു തന്നു. ഞങ്ങൾ വീട്ടിൽ കർക്കിടക മാസത്തിൽ മാത്രമല്ല, ഞങ്ങൾ ദിവസവും വായിക്കുന്നവരാണ്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അമ്മമ്മയാണ് രാമായണ വായന പഠിപ്പിക്കാൻ ഒരു വിദ്യാരംഭത്തിൻ്റെ അന്ന് ഞങ്ങളെ എന്നെയും ചേച്ചിയും ഒക്കെ ഇരുത്തിയിട്ട് വായിപ്പിച്ചു തന്നത്. പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ നിർബന്ധമാണ് ഒരു ദിവസമെങ്കിൽ ഒരാളെങ്കിലും വായിച്ചിരിക്കണമെന്ന്. അതങ്ങനെ നീങ്ങിപ്പോയി. വളരെ ആലാപന ശൈലിയിലൊന്നും അല്ലെങ്കിലും ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യാന്ന് പറയുമ്പോൾ വളരെ സന്തോഷമായിരുന്നു. എന്താ രാമരാമൻ ജപിക്കാൻ, എന്താ ഇപ്പോൾ അതുകൊണ്ട് കാര്യം എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. പക്ഷെ നല്ല കാര്യമാണ്. അത് അനുഭവിച്ചവർക്കൊക്കെ അറിയാം. നമ്മൾ ഏതോ ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായി മാറുമോ എന്ന് മാറുകയാണെന്ന് നമുക്ക് തോന്നിപ്പോവും. എഴുത്തച്ഛനെ കുറിച്ചും രാമായണത്തെക്കുറിച്ചും ഒക്കെ വളരെ വിശദമായ രീതിയിലാണ് നമ്മളോട് ശോഭ ടീച്ചർ പറഞ്ഞത്. രാമമഹിമ ആകാശത്തോളവും സമുദ്രത്തോളവും എന്നല്ല, ലോകം നിലനിൽക്കുന്നത് വരെ അത് നിലനിൽക്കുമെന്ന് നമുക്ക് മനസ്സിലാവും. അതിനാണ് ലയിക്കുകയാണ്. അവിടെ പല സ്ഥലത്തും ആകെ സ്തുതികളാണ്. ഈ സ്തുതി പറയുമ്പോൾ എനിക്ക് തോന്നിയത് എന്താ വെച്ചാൽ, ഞാൻ അപ്പോൾ കഥയൊക്കെ മറക്കും. എനിക്ക് കഥാപാത്രങ്ങളും ഒന്നും അപ്പോൾ ഓർമ്മ വരില്ല. എനിക്ക് ആ സ്തുതിക്കുമ്പോൾ ഭഗവാൻ മാത്രമേ മനസ്സിലേക്ക് വരുള്ളൂ. പലപ്പോഴും തോന്നിയിട്ടുണ്ട് എല്ലാം നീങ്ങി ഇതിലേക്കാണ് ലയിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് പറ്റില്ല. നമ്മൾ കുടുംബകാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ നമുക്ക് പറ്റില്ലല്ലോ. എന്തായാലും വളരെ നല്ലൊരു പ്രഭാഷക സത്സംഗത്തിൽ ലഭിച്ചു. അത് വളരെ അവരോട് നന്ദി പറയണം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും, ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും നന്ദി പറയുന്നു. ഇങ്ങനൊരു സാഹചര്യം ഒരുക്കി തന്ന നമ്മുടെ കമ്മിറ്റി അംഗങ്ങളോടും എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാവർക്കും രാമമഹിമ മനസ്സിൽ വളർത്താനും രാമന്റെ അനുഗ്രഹം, ശ്രീരാമന്റെ അനുഗ്രഹം, ശിവന്റെ അനുഗ്രഹം, ഭഗവതിയുടെ അനുഗ്രഹം എല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു.